بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد إن شاء الله هي علوم الدين അതിന്റെ കഴിഞ്ഞ 3 ക്ലാസ്സുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അതിന്റെ ബാക്കി ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. അള്ളാഹു നമ്മിൽ നിന്ന് അതിന് പൊരുത്തപ്പെട്ട ഒരു സ്വാലിഹായ അമലായി ഇത് കബൂൽ ചെയ്യുമാറാകട്ടെ. സ്ക്രീനിൽ കിതാബ് കാണാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മള് ഗ്രൂപ്പിലൊക്കെ നൽകിയ PDF-ന്റെ 618-17 പേജിലെ ലാസ്റ്റ് ഭാഗം ഖിസ്മു സാലിസ് മൂന്നാമത്തെ ഭാഗം, അതായത് ഒരാളോട് സ്നേഹം വെക്കുന്ന സമയത്ത്, ഒരാളെ സ്നേഹിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ചിന്താഗതികൾ, ധാരണകൾ, ആ ധാരണകളാണ് ഇവിടെ അങ്ങോട്ട് സൂചിപ്പിക്കപ്പെടുന്നത്. القسم الثالث أن يحبه لا لذاته بل لغيره. ഒരാളെ സ്നേഹിക്കുന്നുണ്ട്, അത് അയാളുടെ പേരിലല്ല, മറിച്ച് മറ്റൊരു കാര്യത്തിന്റെ പേരിലാണ്, അല്ലെങ്കിൽ മറ്റൊരാളുടെ പേരിലാണ്. ദാലിക്കൽ ഗൈറു ലൈസ റാജിയൻ ഇലാ ഹുദൂദിഹി ഫിദ്ദുനിയ. ആ ഗൈറ് എവിടത്തേക്ക് മടങ്ങുന്നതല്ല, ദുനിയാവിന്റെ വിഹിതങ്ങളിലേക്ക്, ദുനിയാവിലേക്ക് മടങ്ങുന്നതല്ല, ഭൗതിക കാര്യങ്ങളുടെ താല്പര്യത്തിന് വേണ്ടിയല്ല ഈ ഒരാളെ സ്നേഹിക്കുന്നത്. ബൽ യർജിഉ ഇലാ ഹുദൂദിഹി ഫിൽ ആഖിറ. ആഖിറത്തിന്റെ വിഹിതത്തിലേക്കാണ് അത് മടങ്ങുന്നത്. ഫഹാദ അയ്ളൻ ളാഹിറുൻ. ഇത് എല്ലാവർക്കും മനസ്സിലാകും. ലാ ഗുമൂദ ഫീഹി. അതിൽ പ്രത്യേകിച്ച് കടുപ്പമൊന്നുമില്ല. അദാലിക കമൻ യുഹിബ്ബു ഉസ്താദഹു വ ശൈഖഹു. അതേതുപോലെ ഒരു ഉസ്താദിനെ അല്ലെങ്കിൽ ശൈഖിനെ സ്നേഹിക്കുന്നു. ലിഅന്നഹു യതവസ്സലു ബിഹി ഇലാ തഹ്സീലിൽ ഇൽമി. അത് ഇൽമ് നേടാനുള്ള കാരണമാണ്. വതഹ്സീനിൽ അമലി. അമല് നന്നാക്കാനുള്ള കാരണമാണ്. വമഖ്സൂദുഹു മിനൽ ഇൽമി വൽ അമലി. ഈ ഇൽമു കൊണ്ടും അമല് കൊണ്ടുമുള്ള ലക്ഷ്യം അൽ ഫൗസ് ഫിൽ ആഖിറ. ആഖിറത്തിൽ രക്ഷപ്പെടലാണ്. ഫഹാദാ മിൻ ജുംലത്തിൽ മുഹിബ്ബീന ഫില്ലാഹ്. ഇത് അള്ളാഹുവിന്റെ വഴിയിൽ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. ഒരാളെ നമ്മൾ സ്നേഹിക്കുന്നത് നമ്മളെ ഇൽമു ഉഷാറാകണം, നമുക്ക് രക്ഷപ്പെടണം എന്ന ചിന്തയാണ്. ഈ ബോധ്യം നമ്മുടെ വിദ്യാർത്ഥികളുടെയൊക്കെ ചിന്താഗതികളിലേക്ക് ഇട്ടുകൊടുക്കാൻ നമുക്ക് പറ്റിയാൽ, ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ ലോകം, പ്രത്യേകിച്ച് അക്കാദമിക് വിദ്യാഭ്യാസ ലോകം ഒക്കെ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുടെ പരിഹാരമാണ്. കാരണം ഇന്ന് ഈ ഒരു സ്നേഹം നഷ്ടപ്പെട്ടു പോകും. പകരം ആർക്കൊക്കെയോ വിധേയപ്പെടും. ഈ വിധേയപ്പെടുന്നത് പരിഹരിക്കാനൊക്കെ നല്ല മാർഗമാണ്. വിധേയപ്പെടുന്നു എന്ന് നമ്മൾ വ്യാഖ്യാനിക്കുന്നതല്ല. ഞാൻ ഒരിക്കൽ ഒരു വിദ്യാർത്ഥികളുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു. ആ സമയത്ത് ആ പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത ആൾക്കാർ, അത് സംഘടിപ്പിച്ച അതിന്റെ വക്താക്കൾ എന്നോട് പറയുന്നു, പിന്നെ നമ്മൾ നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ് ഫാഷൻ ഭ്രമം. മുടിയൊക്കെ ഒരുമാതിരി ഒരു വല്ലാത്തൊരു കോലമായിട്ടാണ് വരുന്നത്. ഡ്രസ്സിങ്ങിന്റെ വിഷയത്തിലും അങ്ങനെ തന്നെ. ഇതിന് എന്താണ് ഒരു പരിഹാരം? ഞാൻ ആ വിദ്യാർത്ഥികളോട് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ അവരോട് ചോദിച്ചു, ഒരു കുട്ടി അവരെ ഈ സൂചിപ്പിച്ചതുപോലെയുള്ള ഫാഷനൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെ ജീവിതചര്യ സ്വീകരിക്കുന്നു. എന്നാൽ മറ്റൊരു കുട്ടി മറിച്ച് ഒരു എക്സിക്യൂട്ടീവ് വേഷം, അഥവാ നമ്മൾ ഇസ്ലാമൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന, ഇസ്ലാമിക ചിന്താഗതികൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതി, നല്ല തൊപ്പിയിടുന്നു, അല്ലെങ്കിൽ തലമറക്കുന്നു, അല്ലെങ്കിൽ നല്ല വൃത്തിയിൽ ഹെയർ ഡ്രസ് ചെയ്യുന്നു, മറ്റു ഡ്രസ്സുകളൊക്കെ ഒരു വൃത്തിയിലും വെടുപ്പിലും അടുക്കിലും ചിട്ടയിലും ചെയ്യുന്നു. ഇങ്ങനെ രണ്ടു കൂട്ടരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം? നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുക? അപ്പൊ ഈ നല്ല രീതിയിൽ ചെയ്യുന്നതിനാണ് ഫാഷൻ അല്ല എന്നവർ പറഞ്ഞു. എങ്കിൽ
നിങ്ങൾ അവിടുന്ന് അങ്ങോട്ട് ആലോചിച്ച് നോക്കുക. അവരുടെ ഇഷ്ടം അവർക്ക്, ഇതേ ആൾക്കാർ ഈ ബാഡ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ബാഡ് എന്തിനാ അവർ ചെയ്യുന്നത് എന്ന് അഗാധമായി ചിന്തിച്ചാൽ അവർക്ക് ബോധ്യപ്പെടുന്ന ഒരു ആശയമാണ്, ഞങ്ങളുടെ ഇഷ്ടത്തിനെതിരെ ഞങ്ങൾ ജീവിക്കേണ്ടി വരുന്നു. ഇത് ആരെയൊക്കെയോ തൃപ്തിപ്പെടുത്താനാണ്. വല്ലപ്പോഴൊക്കെ അത് തന്റെ സമകാലികരായ തന്റെ വിദ്യാർത്ഥികൾക്കിടയിൽ ഞാൻ സമയോചിതമായി ജീവിക്കുന്നു, കാലോചിതമായി ജീവിക്കുന്നു എന്ന് അംഗീകരിപ്പിക്കാനുള്ള വ്യഗ്രതയുടെ പേരിലാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് മാറാൻ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാവുന്ന ഒരു സന്ദേശമാണ്, ഒരു ഗുരുനാഥനെ പിൻപറ്റുന്നത് എന്താണ്, അതൊരു സ്നേഹത്തിന്റെ ഭാഗമാണ്. ആ സ്നേഹം എങ്ങോട്ടും ഉണ്ടാകണം, ഉസ്താദിന് ശിഷ്യനോടുണ്ടാകണം, ശിഷ്യന് ഉസ്താദിനോടും ഉണ്ടാകണം. എങ്കിൽ ആ കുട്ടിക്ക് അത് നന്നായിട്ട് ഫീൽ ചെയ്യും. കുട്ടിയെ സ്നേഹിക്കുന്നു, കാരണം ആ കുട്ടി അയാളിൽ നിന്ന് ഇൽമു സ്വീകരിക്കുന്നു. ഇയാൾ മുഖേന ആ കുട്ടി, ആ വിദ്യാർത്ഥി നേടുന്ന റുതുബത്ത് തഅലീം, എന്ത്, എനിക്ക് തഅലീം എന്ന റുതുബ, പഠിപ്പിച്ചു കൊടുക്കുക എന്ന സ്ഥാനം, അത് നേടിത്തരുന്നത് ഈ വിദ്യാർത്ഥിയാണ്. ഈ വിദ്യാർത്ഥി ഇല്ലെങ്കിൽ ഞാൻ ഒറ്റക്കിരുന്നാൽ പഠിപ്പിക്കലാകൂലല്ലോ. അള്ളാഹുവിന്റെ ഉന്നത ലോകങ്ങളിലെല്ലാം ആദരവിന്റെ പദവി എത്തിച്ചേരുന്നത് ഈ വിദ്യാർത്ഥി മുഖേനയാണ്. അതുകൊണ്ട് ഞാൻ ആ വിദ്യാർത്ഥിയെ സ്നേഹിക്കുന്നു. ഇത് കാല ഈസ അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞതാണ്, മൻ അലിമ വ അമില, ഒരാൾ പഠിച്ചിട്ട് അതനുസരിച്ച് പ്രവർത്തിച്ചാൽ, അല്ലമ എന്നിട്ട് അത് പഠിപ്പിക്കുകയും ചെയ്താൽ, ഫദാലിക യുദ്അ അളീമൻ ഫീ മലകൂത്തി സമാ, അദ്ദേഹത്തെ അള്ളാഹുവിന്റെ ലോകത്ത്, അള്ളാഹുവിന്റെ അദൃശ്യ ലോകങ്ങളിലെല്ലാം വലിയ ഉന്നതനായി വായിക്കപ്പെടുന്നതാണ്. വലാ യതിമ്മു തഅലീമു ഇല്ലാ ബി മുതഅല്ലിമിൻ, ഒരു മുതഅല്ലിം ഉണ്ടായാലല്ലേ തഅലീം ഉണ്ടാവൂ. ഫഹുവ ഇദൻ ആലത്തും ഫീ തഹ്സീലി ഹാദൽ കമാൽ, എനിക്ക് ഈ പദവി ലഭിക്കാൻ ഇവർ കാരണമാണ്, അതുകൊണ്ട് ഇവരെയെല്ലാം ഞാൻ സ്നേഹിക്കുന്നു. ഫൈൻ അഹബ്ബഹു ഫൈൻ അഹബ്ബഹു ലിഅന്നഹു ആലത്തുൻ ലഹു ഇദ് ജഅല സദ്റഹു മസ്റഅതൻ ലിഹർഫിഹി അല്ലദി ഹുവ സബബു തറഖീഹി ഇലാ റുത്ബത്തി തഅളീമി ഫീ മലകൂത്തി സമാ ഫഹുവ മുഹിബ്ബുൻ ഫില്ലാഹ്. അവൻ ഇങ്ങോട്ട് സ്നേഹിച്ചാലും അങ്ങോട്ട് ആ കുട്ടിയെ സ്നേഹിക്കുന്നു, അവൻ ഇങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് അങ്ങോട്ട് സ്നേഹിക്കാൻ തടസ്സമല്ല. കാരണം ആ കുട്ടിയുടെ ഹൃദയം എന്നത് ഇത് ജഅല സദ്റഹു, ആ കുട്ടിയുടെ ഹൃദയത്തെ ആ കുട്ടി ആക്കി തീർത്തു, മസ്റഅതൻ ലിഹർസിഹി, ഇദ്ദേഹത്തിന്റെ കൃഷിയിടമാണ്. ആ കുട്ടിയുടെ മനസ്സിലാണ് ഈ വിജ്ഞാനങ്ങൾ ഇട്ടുകൊടുക്കുന്നത്. അല്ലദീ ഹുവ സബബു തറഖീഹി, അതാണ് ഇദ്ദേഹത്തിന് ഉയരാനുള്ള വഴി, ഇലാ റുത്ബത്തി തഅളീം, ആദരവിന്റെ പദവിയിലേക്ക്, ഫീ മലകൂത്തി സമാ, അല്ലാഹുവിന്റെ മലകൂത്തിൽ, ഫഹുവ മുഹിബ്ബുൻ ഫില്ലാഹ്, അവൻ അല്ലാഹുവിന്റെ വഴിയിലുള്ള മുഹിബ്ബാണ്, സ്നേഹിക്കുന്നവനാണ്. ബലില്ലദീ യതസദ്ദഖു ബി അംവാലിഹി ലില്ലാഹി വയജ്മഉ ളൈഫാന വയുഹയ്യിഉ ലഹുമുൽ അത്വീമത്തൽ ലദീദത്തൽ ഗരീബത്ത തഖർറുബൻ ഇലല്ലാഹി فأحب طباخا لحسن صنعته في الطبخ فهو من جملة المحبين في الله. ഒരാള് അള്ളാഹുവിന്റെ വഴിയിൽ അദ്ദേഹത്തിന്റെ സ്വത്ത് കൊണ്ട് സദഖ ചെയ്യുന്നു, അല്ലദീ യതസദ്ദഖു ബി അംവാലിഹി ലില്ലാഹി, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടി, അള്ളാഹുവിന്റെ ഇഷ്ടം നേടാൻ വേണ്ടി. വയജ്മഉ ളൈഫാൻ, അതിഥികളെ സംഘടിപ്പിക്കുന്നു. വയുഹയ്യിഉ ലഹുമുൽ അത്വീമത്തൽ ലദീദ, നല്ല ടേസ്റ്റി ഫുഡ് ഉണ്ടാക്കുന്നു. അൽ ഗരീബത്ത, അപൂർവമായ. തഖർറുബൻ ഇലല്ലാഹി, അള്ളാഹുവിനോടുള്ള ഇഷ്ടം, അള്ളാഹുവിലേക്ക് സാമീപ്യം നേടണം എന്ന് കരുതി. ഫഅഹബ്ബ ത്വബ്ബാഖൻ, അദ്ദേഹത്തിന് ത്വബ്ബാഖിനോട് ഇഷ്ടായി. ആ ത്വബ്ബാഖുള്ള ഉണ്ടായാലല്ലേ എനിക്ക് വിഭവം കൊടുക്കാൻ പറ്റുള്ളൂ. ബിഹുസ്നി സുൻഅതിഹി ഫി ത്വബ്ഖ്, അയാൾ നല്ല ടേസ്റ്റി ഫുഡ് ഉണ്ടാക്കും. ഫഹു മിൻ ജുംലത്തിൽ മുഹിബ്ബീന ഫില്ലാഹ്, അയാളാണല്ലോ ഈ ഫുഡ് ഇങ്ങനെ ഉണ്ടാക്കി തരുന്നത് എന്ന രീതിയിൽ ആ ആളെ സ്നേഹിക്കുന്നത് എന്തിന്റെ ഭാഗമാണ്? അത് അൽ ഹുബ്ബു ഫില്ലാഹ് എന്നതിന്റെ ഭാഗമാണ്. വകദാ ലൗ അഹബ്ബ മൻ യതവല്ല ലഹു ഈസാല സ്വദഖത്തി ഇലൽ മുസ്തഹിഖീന ഫഖദ് അഹബ്ബഹു ഫില്ലാഹ്. ഇതുപോലെ തന്നെയാണ്
ലു അഹബ്ബമൻ യതവല്ല, ഏറ്റെടുക്കുന്ന ഒരാളെ സ്നേഹിച്ചു. എന്ത് ഏറ്റെടുക്കുന്നത്? ഈസ്വാല സ്വതക്കത്തി, ഇദ്ദേഹത്തിന്റെ സ്വതക്ക കൊണ്ടുകൊടുക്കാൻ ഏറ്റെടുത്തു. ഇലൽ മുസ്തഹിഖീൻ, അതിനർഹരായ ആൾക്കാരിലേക്ക് അത് കൊണ്ടുകൊടുക്കാൻ ഒരാൾ ഏറ്റെടുത്തു. എന്നിട്ട് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാൻ അയാളോട് ഭയങ്കര സ്നേഹം. എന്താ കാരണം? എന്റെ സ്വതക്ക വിജയിക്കുന്നത് അയാൾ അധ്വാനിക്കുന്നതും കൊണ്ടാണല്ലോ. അപ്പോ ഫഖദ് അഹബ്ബഹു ഫില്ലാ, ഇതൊക്കെ ഫില്ലാഹി ആണ്, അള്ളാഹുവിലുള്ള, അള്ളാഹുവിന്റെ വഴിയിലുള്ള സ്നേഹമാണ്. ബൽ നസീദു അല ഹാദ, കുറച്ചു കൂടുതൽ പറയാനുള്ളത് എന്താ അറിയോ? വനഖൂലു ഇദാ അഹബ്ബ മൻ യഖ്ദിമുഹു ബിനഫ്സിഹി ഫീ ഗസ്ലി സിയാബിഹി വകൻസി ബൈതിഹി വതുബ്ഖി തുആമിഹി വയുഫർരിഗുഹു ബിദാലിക ലിൽഇൽമി ഔൽ അമലി ومقصوده من استخدامه في هذه الأعمال الفراء للعبادة فهو محب في الله. ഇതുപോലെ തന്നെയാണ് ഒരാള് എനിക്ക് ഖിദ്മത്ത് ചെയ്യുന്ന ഒരാളെ ഇഷ്ടപ്പെടുന്നു, അയാളെ സ്നേഹിക്കുന്നു. ഇതാ അഹബ്ബ മൻ യഖ്ദിമുഹു, ഖിദ്മത്ത് ചെയ്യുന്ന ആളെ സ്നേഹിക്കുന്നു. ബിനഫ്സിഹി, അയാൾ തന്നെയാണ് ഖിദ്മത്ത് ചെയ്യുന്നത്. ഫി ഗസ്ലി സിയാബിഹി, വസ്ത്രം അലക്കി കൊടുക്കുന്നു. വകൻസി ബൈതിഹി, വീട് വൃത്തിയാക്കുന്നു. വതുബ്ഖി തുആമിഹി, ഭക്ഷണം പാചകം ചെയ്യുന്നു. ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നു. എന്നിട്ട് യുഫർരിഗുഹു ബിദാലിക ലിൽ ഇൽമി, ഇയാള് ആ ഒഴിവ് എന്തിനു ഉപയോഗപ്പെടുത്തുന്നു? ഇൽമു പഠിക്കാൻ ഉപയോഗപ്പെടുത്തുന്നു. അവിൽ അമലി, അല്ലെങ്കിൽ ഇബാദത്ത് ചെയ്യാൻ ഉപയോഗപ്പെടുത്തുന്നു. ഫമഖ്സൂദുഹു മിൻ ഇസ്തിഖ്ദാമിഹി, ആ ഉപയോഗപ്പെടുത്തുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഫി ഹാദിഹിൽ അഅമാലിൽ ഫറാഇ ലിൽ ഇബാദത്തി, ഫി ഹാദിഹിൽ അഅമാലി, ഈ ജോലികളിലൊക്കെ അയാളെ കൊണ്ട് ജോലിപ്പിക്കുന്നത് എന്തിനാണ്? അൽ ഫറാഇ ലിൽ ഇബാദ, ഇബാദത്തിന് ഒഴിവ് കിട്ടുമല്ലോ. ഫഹുവ മുഹിബ്ബുൻ ഫില്ലാ, അപ്പൊ ആ സ്നേഹം അള്ളാഹുവിന്റെ വഴിയിലുള്ള സ്നേഹമാണ്. ബൽ നസീദു അലാ ദാലിക ബൽ നസീദു അലൈഹി വനഖൂലു, ഇതിനേക്കാളും ഒന്നുകൂടി കൂട്ടി പറയുകയാണെങ്കിൽ ഇദാ അഹബ്ബ മൻ യുൻഫിഖു അലൈഹി മിൻ മാലിഹി വയുവാസിഹി ബികിസ്വതിഹി വതുആമിഹി വമസ്കനിഹി, ഒരാള് അഹബ്ബ, സ്നേഹിക്കുന്നു, മൻ യുൻഫിഖു അലൈഹി, സമ്പത്ത് തരുന്ന ഒരാളെ ഇയാൾക്ക് ചെലവഴിക്കുന്നു. മിൻ മാലിഹി, സ്വത്ത്, വയുവാസിഹി, എന്നിട്ട് അദ്ദേഹത്തോട് സാഹോദര്യം സ്ഥാപിക്കുന്നു. ബികിസ്വതിഹി, വസ്ത്രം കൊടുക്കുന്നു. വതുആമിഹി, ഭക്ഷണം കൊടുക്കുന്നു. വമസ്കനിഹി, താമസിക്കാൻ സ്ഥലം കൊടുക്കുന്നു. ജമീ അഗ്റാദിഹി, ആവശ്യങ്ങളൊക്കെ കൊടുക്കുന്നു. അല്ലത്തി യഖ്സിദുഹാ ഫി ദുനിയാഹു, ദുനിയവിയായ ആവശ്യങ്ങളൊക്കെ കൊടുക്കുന്നു. ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യന് അയാൾ ആരെ സ്നേഹിക്കുന്നു? ഇയാൾക്ക് വസ്ത്രം എല്ലാം കൊടുക്കുന്ന ആളെ സ്നേഹിക്കുന്നു. അയാള് ദുനിയവിയായ ലക്ഷ്യങ്ങളൊക്കെ കൊടുക്കുന്നു. മഖ്സൂദുഹു, അയാളുടെ ലക്ഷ്യം എന്താണ്? മിൻ ജുംലത്തി ദാലിക, ഇതുകൊണ്ടൊക്കെ ഉള്ള ലക്ഷ്യം, എനിക്ക് മസ്കനും ഇതൊക്കെ കിട്ടുന്നത് എന്തുകൊണ്ട്? അതുകൊണ്ട് ഞാൻ എന്താ ലക്ഷ്യം വെക്കുന്നത്? എനിക്കൽ ഫറാഉലിൽ ഇൽം, ഇൽമിന് വേണ്ടി മെനക്കെടാലോ. വൽ അമലുൽ മുഖറബു ഇലല്ലാഹി, അള്ളാഹുവിന് ഇഷ്ടമുള്ള അമലുകൾ ചെയ്യാലോ. ഫഹുവ മുഹിബ്ബുൻ ഫില്ലാഹ്, അവനും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള മുഹിബ്ബാണ്. ഫഖദ് കാന ജമാഅത്തുൻ മിനസ് സലഫ്, മുൻഗാമികളിലൊക്കെ, സലഫ് സ്വാലിഹീങ്ങളിലൊക്കെ ഒരു പണ്ഡിതന്മാരുടെ ഒരു വിഭാഗം എങ്ങനെ ചെയ്തിരുന്നു? തകഫല ബി കിഫായത്തിഹിം, അവരുടെ കിഫായത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾ അത് ഏറ്റെടുത്തു. ജമാഅത്തുൻ മിൻ ഉലി സിർവത്ത്, സാമ്പത്തിക ശേഷിയുള്ളവർ. വകാനൽ മുവാസി വൽ മുവാസ ജമീഅൻ മിനൽ മുതഹാബ്ബീന ഫില്ലാ, കൊടുക്കുന്ന ആളും കിട്ടുന്ന ആളും അൽ മുതഹാബ്ബീന ഫില്ലാ, അള്ളാഹുവിന്റെ വഴിയിൽ സ്നേഹിക്കുന്നവരാണ്. കാരണം കൊടുക്കുന്ന ആൾ ഉദ്ദേശിക്കുന്നത് ഞാൻ അധ്വാനിച്ച് സമ്പത്ത് ഉണ്ടാക്കിയിട്ട് അദ്ദേഹത്തിന് കൊടുക്കുന്നു, അദ്ദേഹം ഇബാദത്ത് ചെയ്യട്ടെ, അദ്ദേഹത്തിന്റെ ഇബാദത്തിൽ എനിക്കും പങ്കുണ്ടാകട്ടെ. ഇബാദത്ത് ചെയ്യുന്ന ആള് സമ്പാദിക്കുന്നതിന് പകരം ആ സമ്പാദ്യം, സഹോദരന്റെ സമ്പാദ്യം ഉപയോഗിക്കുന്നു. എന്തിന്? എന്നാൽ അദ്ദേഹത്തിനും കൂലി കിട്ടും, അദ്ദേഹവും നന്മ ചെയ്യുന്നു. ഇപ്പൊ പരസ്പരം തഹാബ്ബ ഫില്ലാ. അടുത്ത ദിവസം ഈ സമ്പാദിക്കുന്ന ആള്, ഈ ഇബാദത്ത് ചെയ്യുന്ന ആള് സമ്പാദിക്കാൻ പോകും, ആ സമ്പാദിക്കുന്ന ആൾ ഇബാദത്ത് ചെയ്യാൻ അവന് ഇമ്മു അടിക്കാനും പോകും. അങ്ങനെ ഉണ്ടായിരുന്നു സ്വാലിഹീങ്ങൾ. ബൽ നസീദു അലൈഹി വനഖൂലു, ഇനിയും പറയുകയാണെങ്കിൽ മൻ നക്കഹ ഇംറാഅത്തൻ സ്വാലിഹത്തൻ, ഒരാൾ നല്ല ഒരു സ്ത്രീയെ വിവാഹം ചെയ്യുന്നു. ലിയതഹസ്സന ബിഹാ അൻ വസ്വാസി ശൈത്വാൻ, എന്തിനാണ്? നല്ല പെണ്ണായാൽ ആ പെണ്ണ് എന്റെ മോശങ്ങൾ ഉണർത്തി തരുമല്ലോ എന്ന നിലക്ക്, മോശങ്ങൾ ഉണർത്തി തരുമെന്ന രീതിയിൽ വിവാഹം ചെയ്യും. യസൂനു ബിഹാ ദീനഹു, ഈ സ്വാലിഹത്തായ പെണ്ണുണ്ടായാൽ എന്റെ ദീന് സംരക്ഷിക്കുമല്ലോ. ഔ ലി
ലിയൂലദ മിൻഹാ ലഹു വലദുൻ സ്വാലിഹ്, അല്ലെങ്കിൽ നല്ല സ്വാലിഹായ സ്ത്രീയാവുമ്പോ നല്ല മോനുണ്ടാവുമല്ലോ, നല്ല മക്കൾ ഉണ്ടാവുമല്ലോ. യദൂ ലഹു, ദുആ ചെയ്യാൻ പറ്റുന്ന. വഅഹബ്ബ സൗജത്തഹു, ആ വഴിയിൽ അവരെ പ്രത്യേകം ബഹുമാനത്തോടെ സ്നേഹിക്കുന്നു. ലിയന്നഹ ആലത്തുൻ ഇലാ ഹാദിഹിൽ മഖാസിദിദ് ദീനിയ, ഇത് ഒരു വലിയ ഉഖ്റവിയായ ലക്ഷ്യമാണല്ലോ. ഫഹുവ മുഹിബ്ബുൻ ഫില്ലാഹ്, അത് അല്ലാഹുവിന്റെ വഴിയിലുള്ള സ്നേഹമാണ്. ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഇത്തരം സ്നേഹം മാത്രമേ ഉണ്ടാകാവൂ. അല്ലാത്ത ഒരു വിവാഹ ജീവിതം അതൊക്കെ വെറും ദുനിയവിയാകരുതല്ലോ. ഉഖ്റവിയാകാൻ ഈ രീതിയിലുള്ള മഹബത്ത് കൂടി ഉണ്ടാകണം. അതെല്ലാറ്റിലും വേണം. വലിദാലിക വറദത്തിൽ അഖ്ബാറു ബിവുഫൂരിൽ അജ്രി വസ്സവാബി അലൽ ഇൻഫാഖി അലൽ അയാലി ഹത്ത ലുഖ്മത്തി യദഉഹ അർറജുലു ഫീ ഇംറതിഹി. ഇതുകൊണ്ടാണ് ധാരാളം പ്രമാണങ്ങൾ കാണാം, ഹദീസും മറ്റ് അഖ്ബാർ ആസാർ കാണാം. ബിവുഫൂരിൽ അജ്ർ, ഏറ്റവും വലിയ പ്രതിഫലം എന്താണ്? വസ്സവാബ്, പ്രതിഫലമുള്ളത് അലൽ ഇൻഫാഖി അലൽ അയ്യാൽ, ആശ്രിതർക്ക് ചെലവ് കൊടുക്കുന്നത്. ഉമ്മവാപ്പമാര്, ഭാര്യ, മക്കള്, ഇവർക്ക് ചെലവ് കൊടുക്കുന്നതിനാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ പ്രതിഫലം. ഹത്തൽ ലുഖ്മത്തി യദഉഹ അർറജുലു ഫീ ഇംറതിഹി, ഭാര്യക്ക് ഒരു ഉരുള ഭാര്യ ഭക്ഷണം കഴിക്കുന്നതിന് പോലും പ്രതിഫലം ഉണ്ട് എന്ന് അള്ളാഹു പഠിപ്പിച്ചത് ഈ ഒരാശയമാണ്. അപ്പോ അള്ളാഹുവിന്റെ വഴിയിലുള്ള സ്നേഹം അതാണ് നയിക്കുന്നതെങ്കിൽ ഒരുപാട് ധാരാളം വിഷമങ്ങൾ അതോടെ തീരും. ധാരാളം പ്രയാസങ്ങൾ ഉണ്ടാകുന്നതിന്റെ കാരണം ഈ ഒരു സംഗതിയുടെ അസാന്നിധ്യമാണ്. ഇതുണ്ടായാൽ ഒരുപാട് വിഷമങ്ങൾക്ക് അവസാനമാണ്. നമ്മളോട് നല്ലോണം പെരുമാറുന്നില്ല, അല്ലെങ്കിൽ നല്ല രീതിയിൽ സമീപിക്കുന്നില്ല, നല്ല ഒരു സഹകരണമില്ല, എന്തുണ്ടായാലും പ്രയാസമില്ല. കാരണം നമ്മൾ അവരെ ഇതെല്ലാം കൊടുക്കുന്നത് എന്തിനാണ്? പടച്ചോനെ, എനിക്ക് നീ പ്രതിഫലം തരണം. അപ്പൊ വിഷമം തീർന്നു. ഇനി അവരെന്ത് പെരുമാറിയ ഓക്കെ, എനിക്ക് കിട്ടേണ്ടത് ഞാൻ അപ്പൊ തന്നെ നേടിക്കഴിഞ്ഞു, അപ്പൊ തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ തീരുമാനാക്കി കഴിഞ്ഞു. പിന്നെ ബേജാറും വിഷമവും ഇല്ല. ബൽ നഖൂലു കുല്ലു മൻ ഇസ്തഹ്തറ ബിഹുബ്ബില്ലാഹി വഹുബ്ബി റിളാഹു വഹുബ്ബി ലിഖാഇഹി ഫിദ്ദാരിൽ ആഖിറ ഫഇദാ അഹബ്ബ ഗൈറഹു കാന മുഹിബ്ബൻ ഫില്ലാഹ്. ഒരാള് അള്ളാഹുവിന്റെ ഹുബ്ബില് നന്നായിട്ട് മെനക്കെട്ടാൽ, അള്ളാഹുവിന്റെ തൃപ്തി അതിനു വേണ്ടി അത് താല്പര്യപ്പെട്ടാൽ, അള്ളാഹുവിന്റെ ലിഖാ, പരലോകത്ത് അള്ളാഹുവിന്റെ ലിഖാ താല്പര്യപ്പെട്ടാൽ, ഫഇദാ അഹബ്ബ ഗൈറഹു കാന മുഹിബ്ബൻ ഫില്ലാഹ്, അവൻ ആരെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും അത് അള്ളാഹുവിന്റെ വഴിയിലുള്ള സ്നേഹമായി മാറും. ആരെ സ്നേഹിക്കും? ഏതു മനുഷ്യനെ, എന്ത് പടപ്പിനെ എവിടെ കാണുമ്പോഴും അവന് അള്ളാഹുവിന്റെ ഹുബ്ബാക്കിയിട്ടത് മാറ്റാം. നിരന്തരം പരിശീലിക്കുക വേണ്ട. ഇത് നിരന്തരം പരിശീലിക്കുമ്പോൾ പിന്നെ എപ്പോഴും ഈ ചിന്ത മാത്രമേ ഉണ്ടാകുള്ളൂ. ലിഅന്നഹു ലാ യുതസവ്വറു അൻ യുഹിബ്ബ ശൈഅൻ ഇല്ലാ ലിമുനാസബത്തിഹി, ഈ ഒരു ടച്ചിങ് ആയിട്ടല്ലാതെ വേറെ ഒരു സംഗതി അയാളെ മനസ്സിൽ വരൂല. ഇമ്പന്ധമല്ലാതെ, ഈ ഹുബ്ബല്ലാതെ ഒരു ഹുബ്ബും അദ്ദേഹത്തിന് മനസ്സിൽ രൂപപ്പെടൂല. ഈ ബന്ധേ ഉണ്ടാവുള്ളൂ. എന്ത് സ്നേഹിക്കുകയാണെങ്കിൽ ഈ ബന്ധം. അപ്പൊ പിന്നെ ടെൻഷനേ ഇല്ല, വിഷമേ ഇല്ല. ലിമാ ഹുവ മഹ്ബൂബുൻ ഇൻദഹു ഹുവ റിളല്ലാഹി അസ്സ വജൽ, കാരണം അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്താ? അള്ളാഹുവിന്റെ. അപ്പൊ എല്ലാവരും ആക്ഷേപിക്കുമ്പോ അപ്പോഴും പ്രശ്നമില്ല, എല്ലാവരും മദ്ഹ് പറഞ്ഞാൽ അപ്പോഴും യാതൊരു വിഷമമില്ല. നിരന്തരം പരിശീലിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. സ്വാലിഹീങ്ങളുടെ ശൈലിയാണത്. നമ്മളത് ആഗ്രഹിക്കെങ്കിലും ചെയ്യാം. ബൽ അസീദു അലാ ഹാദാ വഅഖൂൽ, കുറച്ചുകൂടി പറയുകയാണെങ്കിൽ, ഇദജ്തമഅ ഫീ ഖൽബിഹി മഹബ്ബത്തൻ, ഒരാളുടെ മനസ്സിൽ രണ്ട് മഹബ്ബത്തുണ്ട്. മഹബ്ബത്തുല്ലാഹി വ മഹബ്ബത്തുദ് ദുനിയ. ഒന്ന് മഹബ്ബത്തുല്ലാഹി, അള്ളാഹുവിന്റെ സ്നേഹം. രണ്ട് ദുനിയാവിന്റെ സ്നേഹം. വജ്തമഅ ഫീ ശഖ്സിൻ വാഹിദിൻ, ഒരാളിൽ ഒരുമിച്ചുകൂടി. അൽ മഅനയാനി ജമീഅൻ, രണ്ടും. അതായത് അയാളിൽ ദുനിയാവുണ്ട്, ആഖിറവുണ്ട്. അയാൾ നല്ല സ്വാലിഹായ മനുഷ്യനാണ്, നല്ല സമ്പന്നനാണ്. അത്താ സ്വലുഹ
ലിഅൻ യതവസ്സല ബിഹി ഇലല്ലാഹി വ ഇല ദുനിയ. അങ്ങനെ അത് എന്തിന് കാരണമായി? ദുനിയാവും ആഖിറവും കിട്ടാൻ കാരണമായി. ആ ആളടുത്ത് പോയാൽ സ്വലാഹിയത്തും കിട്ടും, ദുനിയാവും കിട്ടും. ഫൈദാ ഹബ്ബഹു ലി സ്വലാഹിഹി, അയാളുടെ ആ സ്വലാഹിന് വേണ്ടി അയാളെ സ്നേഹിച്ചാൽ, ലിൽ അംറൈനി ഫഹുവ മിനൽ മുഹിബ്ബീന ഫില്ലാഹ്, ഈ രണ്ട് കാര്യവും ദുനിയാവിനും ആഖിറത്തിനും വേണ്ടിയാണ് അയാളെ സമീപിക്കുന്നത്, എന്നാലും അത് അള്ളാഹുവിന്റെ വഴിയിലുള്ള മുഹബ്ബാണ്. കമൻ യുഹിബ്ബു ഉസ്താദഹു, ഒരാൾ ഉസ്താദിനെ സ്നേഹിക്കുന്നു, അല്ലദീ യുഅല്ലിമുഹു ദീന, അയാൾ ദീന് പഠിപ്പിച്ചു കൊടുക്കുന്നു, വയക്ഫീഹി മുഹിമ്മാത്തി ദുനിയ, അയാൾക്ക് ദുനിയാവ് വേണ്ടതും ഈ ഉസ്താദ് കൊടുക്കുന്നു, ബിൽ മുആസാത്തി ഫിൽ മാലി, സ്വന്തം സ്വത്തിൽ നിന്നോ അല്ലെങ്കിൽ അല്ലാതെയോ എല്ലാം കൊടുക്കുന്നു. ഫഅഹബ്ബഹു മിൻ ഹൈസു ഇന്ന ഫീ തബഇഹി ത്വലബുർ റാഹത്തി ഫിദ് ദുനിയ വസ്സആദത്തു ഫിൽ ആഖിറ, അയാൾ ഈ ഉസ്താദിന്റെ പിന്നിൽ കൂടുന്നത്, ഈ ഉസ്താദിന്റെ പിന്നിൽ കൂടിയാൽ ദുനിയാവും കിട്ടും ആഖിറവും കിട്ടും എന്ന് കരുതിയിട്ട് തന്നെയാണ്. ഫഹുവ വസീലത്തുൻ ഇലൈഹിമാ, രണ്ടിനും കാരണമാണ് ഈ ഉസ്താദ്. ഫഹുവ മുഹിബ്ബുൻ ഫില്ലാഹ്, അതും അള്ളാഹുവിന്റെ വഴിയിലുള്ള ഹുബ്ബ് തന്നെയാണ്. വലൈസ മിൻ ശർത്തി ഹുബ്ബില്ലാഹി, അള്ളാഹുവിന്റെ ഹുബ്ബിന് ഷർത്ത് അല്ല, ഡിമാൻഡ് അല്ല, അല്ലാ യുഹിബ്ബ ഫിൽ ആജിലി ഹല്ലൻ അൽബത്ത, ദുനിയാവിൽ വേറെ ഒരു നേട്ടം ഉണ്ടാകരുത് എന്നില്ല. ഈ ലക്ഷ്യം ഉണ്ടോ, ഉഖ്റവിയായ ഒരു നേട്ടം കാണുന്നുണ്ടോ, അതിനുശേഷം ദുനിയാവിയായ ലക്ഷ്യം ഉണ്ടാകരുത് എന്ന് നിബന്ധന ഇല്ല. ഇതി ദുആഉ, കാരണം നമ്മൾ പഠിച്ചൊരു ദുആ ഇല്ലേ, അല്ലദീ അമറ ബിഹിൽ അംബിയാഉ സ്വലവാത്തുല്ലാഹി ഉമിറ ബിഹിൽ അംബിയാഉ സ്വലവാത്തുല്ലാഹി അലൈഹിം വസലാമുഹു ഫീഹി, സലാമുഹു, അംബിയാക്കൾക്ക് നിർദ്ദേശം കിട്ടിയ പ്രാർത്ഥന എന്താണ്? ഫീഹി ജംഉൻ ബൈന ദുനിയ വൽ ആഖിറ, അതിൽ രണ്ടും ഉണ്ട്. ഫമിൻ ദാലിക ഖൗലുഹും, അതിൽപ്പെട്ടതാണ് റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസന, ദുനിയാവിലും ഞങ്ങൾക്ക് ഹസനത്ത് തരണേ, ആഖിറത്തിലും ഹസനത്ത് തരണേ. അൽ ബഖറ. വഖാല ഈസ അലൈഹിസ്സലാം ഫീ ദുആഇഹി, ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹുമ്മ ലാ തശ്ബിത് ബി അദുവി വലാ തസൂ ബി സ്വദീഖി വലാ തജ്അൽ മുസീബതി ലിദീനി, പടച്ചോനെ ഒരു ശത്രുവിന് സന്തോഷിക്കാനുള്ള അവസരം കൊടുക്കല്ലേ, ശത്രുവിന് സന്തോഷിക്കാൻ അവസരം കൊടുക്കല്ലേ, പിന്നെ എന്റെ ചങ്ങാതി ഞാൻ കാരണം ദുഷിച്ചു പോകല്ലേ, അതുപോലെ എന്റെ അപകടം എന്റെ ദീനിനാകല്ലേ, നിസ്കാരം ഖളാ ആയി പോകുന്നു, അല്ലെങ്കിൽ ഹറാമ് ചെയ്തു പോകുന്നു, അങ്ങനെ ആകരുത് അള്ളാഹു, അങ്ങനെ ആകരുതേ എന്നാണ് ദുആ. അള്ളാഹു നമുക്ക് അങ്ങനെ തൗഫീഖ് നൽകുമാറാകട്ടെ. വലാ തജ്അലി ദുനിയ അക്ബറ ഹമ്മി, ദുനിയാവ് ഏറ്റവും വലിയ വിഷയമായി, ദുനിയാവ് ഏറ്റവും വലിയ വിഷയമായി പോവുക. മാഷാ അല്ലാഹ്. അപ്പോ രണ്ടും വേണം എന്നാണ് അമ്പിയാക്കളൊക്കെ പഠിപ്പിക്കപ്പെട്ട ദുആ. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാം ചെയ്ത ദുആ, നബി തങ്ങൾ പഠിപ്പിച്ച ദുആ. ശത്രുക്കളുടെ ആ ആഘോഷം തടയപ്പെടുക എന്ന് പറയുന്നത് അതൊരു ദുനിയവിയാണ്. പക്ഷെ അതുപോലും ആഖിറത്തിന്റെ വഴിയിലാണെങ്കിൽ, ആഖിറവും അതും കൂടിയാണെങ്കിൽ നല്ലതാണ്. ഇപ്പൊ രോഗം ഉണ്ടായാൽ മാറാൻ ദുആ ചെയ്യണം, ഒരു പ്രയാസം ഉണ്ടായാൽ അത് തീരാൻ ദുആ ചെയ്യണം. പക്ഷെ അതിന്റെ പേര് വിഷമിച്ചിരിക്കരുത്. വിഷമം ഉണ്ടാകും, പക്ഷെ ആ വിഷമം പിന്നെ ഇങ്ങനെ കൊണ്ടു നടന്ന് വികസിപ്പിച്ചെടുക്കരുത്. ചെറിയൊരു വിഷമം ഉണ്ടായാൽ ആ വിഷമം ഇങ്ങനെ ചിന്തിച്ച് വികസിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുക. ആ വിഷമത്തിന് ആവശ്യമായ സമയം മാത്രമേ അതിന് കൊടുക്കാൻ, ബാക്കിയൊക്കെ നീക്കണം. വിഷമം ആഘോഷിക്കാനുള്ളതല്ല, കൊണ്ടു നടക്കാൻ. ദുഃഖം ആഘോഷിക്കാനും കൊണ്ടു നടക്കാനും. ദുഃഖ ആചരണം, ദുഃഖം കൊണ്ടു നടക്കാൻ അതില്ല. ദുഃഖം തീർക്കലാണ് ഇസ്ലാം. മനുഷ്യന്റെ ജീവിതത്തിൽ ഒരിക്കലും ദുഃഖിച്ചിരിക്കാൻ ഇസ്ലാം എവിടെയും പ്രോത്സാഹിപ്പിക്കുന്നു. ഒരു ദുരിതം ഉണ്ടായി, ഒരു അപകടം ഉണ്ടായി, എന്നാൽ അത് ആചരിക്കലല്ല, പെട്ടെന്ന് പരിഹരിക്കുക, പരസ്പരം എല്ലാവരും കൂടി ഇടപെട്ട് തീർത്തു കൊടുക്കുക, എന്നിട്ട് ആ വിഷമം തീർക്കുക, എന്നിട്ട് പിന്നെ സന്തോഷത്തോടെ ജീവിക്കുക. എന്ത് സംഭവിച്ചാലും അങ്ങനെയാണ്. ഒരു മനുഷ്യന്റെ ജീവിതം ഒരു മിനിറ്റ് ആണെങ്കിൽ പോലും ആ മിനിറ്റ് സമാധാനത്തോടെ ജീവിക്കുക എന്നാണ് ഇസ്ലാം പറയുന്നത്. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ആശയം. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ഒരു മനുഷ്യന് ആകെ ആവശ്യമുള്ളതാണ് ഹാപ്പി. അതാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത്. قال نبينا صلى الله عليه وسلم في دعائه, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആയിലുണ്ട്,
അല്ലാഹുമ്മ ഇന്നി അസ്അലുക റഹ്മതൻ അനാലു ബിഹാ ശറഫ കറാമത്തിക ഫിദ് ദുനിയ വൽ ആഖിറ. പടച്ചോനെ, ഞാൻ നിന്നോട് റഹ്മത്ത് ചോദിക്കുന്നു. ആ റഹ്മത്ത് കൊണ്ട് എനിക്ക് ദുനിയാവിലും ആഖിറത്തിലും ബഹുമാനം ലഭിക്കണം, ആദരവ് ലഭിക്കണം. അങ്ങനത്തെ റഹ്മത്ത് ചോദിക്കുന്നു. നമ്മളും അങ്ങനെ തന്നെ ചോദിക്കും. ദുനിയാവിലും എന്ത് വേണം? ഷറഫൊക്കെ വേണം. അതാണ് അള്ളാഹുവിനോട് ചോദിക്കേണ്ടത്. പക്ഷെ കിട്ടിയതിൽ എപ്പോഴും നല്ല സംതൃപ്തി. മാഷാ അല്ലാഹ്. വഖാല, മുത്തനബി തങ്ങൾ പഠിപ്പിച്ചത് കാണാം, അല്ലാഹുമ്മ ആഫിനി മിൻ ബലാഇദ് ദുനിയ വ ബലാഇൽ ആഖിറ. ദുനിയാവിന്റെ ദുനിയാവിന്റെ അപകടങ്ങൾ, ആഖിറത്തിന്റെ അപകടങ്ങൾ, ഇതിൽ നിന്നെല്ലാം സൗഖ്യം തരണേ. സൗഖ്യം സൗഖ്യം എപ്പോഴും വേണം. സുഖം എപ്പോഴും വേണം. എപ്പോഴും ആ സുഖത്തോടെ ജീവിക്കണം മനുഷ്യൻ. വാലൽ ജുംലത്തി, സുഖം എപ്പോഴും സാധ്യമാണ്. സുഖം എപ്പോഴും സാധ്യമാണ്. ഈ വിഷയത്തില് അവസാനം കുറച്ച് ഇതിലൊരു ചർച്ചയും കൂടെ ആകാവുന്നതാണ്. ആർക്കെങ്കിലും ചർച്ച താല്പര്യമുണ്ട്, ചർച്ചയിലേക്ക് വരാട്ടോ ഇൻഷാ അല്ലാഹ്. ഇത് കുറച്ചും കഴിഞ്ഞോണ്ട്. വാലൽ ജുംലത്തി, മൊത്തത്തിൽ ഫഇദാ ലം യകുൻ ഹുബ്ബു സആദത്തി ഫിൽ ആഖിറത്തി മുനാഖിളൻ ലിഹുബ്ബില്ലാഹി തആല. ഫഇദാ ലം യകുൻ ഹുബ്ബു സആദത്തി ഫിൽ ആഖിറത്തി, ആഖിറത്തിന് വേണ്ടി, ആഖിറത്തിലെ വിജയം, അതിനു വേണ്ടിയുള്ള താല്പര്യം, അത് മുനാഖിളൻ ലിഹുബ്ബില്ലാഹി തആല, അള്ളാഹുവിന്റെ ഹുബിന് എതിരായിട്ടില്ലെങ്കിൽ, ഫഹുബ്ബു സലാമത്തി, ഹുബ്ബു സലാമത്തി വസ്സിഹത്തി വൽ കിഫായത്തി വൽ കറാമത്തി ഫിദ് ദുനിയ, ദുനിയാവിലെ സലാമത്ത് ഉണ്ടാകുന്നത്, ആരോഗ്യം ഉണ്ടാകുന്നത്, ഐശ്വര്യം ഉണ്ടാകുന്നത്, മറ്റ് സ്ഥാനമാനങ്ങൾ ഉണ്ടാകുന്നത്, കൈഫ യകൂനു മുനാഖിളൻ ലിഹുബ്ബില്ലാഹി, അത് അള്ളാഹുവിന്റെ ഹുബിനെതിരല്ല. അത് അള്ളാഹുവിന്റെ ഹുബിനെതിരല്ല. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് വലിയ പ്രതാപം ഉണ്ടായിട്ടില്ലേ? അത് അള്ളാഹുവിന്റെ വഴിക്ക് എതിരാണോ? അല്ല. فكيف والدنيا والآخرة عبارة عن حالتين. ദുനിയാവ് ആഖിറ എന്ന് പറയുന്നത്, പരലോകം ദുനിയാവ് എന്ന് പറയുന്നത് രണ്ടവസ്ഥയെ കുറിച്ചുള്ള ഒരു പറച്ചിലാണ്, ഒരു ഇബാറത്താണ്. ഇഹ്ദാഹുമ അഖ്റബു മിനൽ ഉഖ്റ, ഒന്ന് മറ്റതിനേക്കാൾ കുറച്ച് അടുത്തത്. فكيف يتصور أن يحب الإنسان حظوظ نفسه غدا ولا يحبها اليوم. പരലോകത്ത് ഭയങ്കര സുഖം ഉണ്ടാകണം എന്ന് ചിന്തിക്കുന്നവൻ ഇന്ന് സുഖം ഉണ്ടാകണം എന്ന് ചിന്തിക്കരുത് എന്ന് പറയുന്നത് അത് അർത്ഥമില്ല. കൈഫ യതസവ്വറു, അതെങ്ങനെയാ മനസ്സിലാകുക? യുഹിബ്ബൽ ഇൻസാനു, മനുഷ്യൻ ഇഷ്ടപ്പെടുന്നു, ഹുദൂദ നഫ്സിഹി, സ്വന്തം വിഹിതം, വദൻ, പരലോകത്ത് എനിക്ക് നല്ല വിഹിതം ഉണ്ട്, നാളെ നല്ല വിഹിതം ഉണ്ടാകണം, വലാ യുഹിബ്ബുഹാ അൽ-യൗം, ഇന്നൊരു ഇതോ ആവശ്യമില്ല എന്നുണ്ടോ? ഇല്ല, ഇന്നും വേണം, നാളെയും വേണം. അതാണ് ശരിയായ ചിന്ത. വഇന്നമാ യുഹിബ്ബുഹാ ഗദൻ ലിഅന്നൽ ഗദ സയസീറു ഹാലൻ റാഹിനതൻ, നാളെത്തതിന് മുൻഗണന ഉണ്ട്. അതെന്താ? അത് നിലനിൽക്കുന്നതാണ്, അത് കുറെ കാലമുണ്ട്. അതാണ്, അതിനാണ് എപ്പോഴും ലക്ഷ്യം വെക്കേണ്ടത്. ഇല്ല അന്നൽ ഹുദൂദൽ ആജില, ഇന്നത്തത് മുൻഖസിമത്തുൻ ഇലാമാ യുദാദ്ദു ഹുദൂദൽ ആഖിറത്തി, ദുനിയാവിന്റെ സുഖം ചിലപ്പോഴൊക്കെ എന്തായി മാറും? ഒന്ന് ആഖിറത്തിനെതിരാകും. ഇലാമാ യുദാദ്ദു ഹുദൂദൽ ആഖിറ, ആഖിറത്തിനെതിരാകും. വയുംനഉ മിൻഹാ, ആഖിറത്തിനത് തടസ്സമാകും. വഹിയല്ലത്തി ഇഹ്തറസ അൻഹൽ അംബിയാ വൽ ഔലിയാ, അതാണ് അംബിയാ ഔലിയാ ഒക്കെ മാറ്റി നിർത്തിയത്. അതാണ് ഔമിറു ബിൽ ഇഹ്തിറാസി അൻഹ, അത് വേണ്ടെന്ന് അവരോട് നിർദ്ദേശിക്കപ്പെട്ടതും അതാണ്. ഇപ്പൊ ഇന്നൊക്കെ ഒരു അയൽവാസി ഒരു കല്യാണത്തിന് ക്ഷണിച്ചാൽ പോകാൻ കഴിയാത്തൊരവസ്ഥ. വളരെ ഇഷ്ടത്തോടെയും സ്നേഹത്തോടെയും കഴിയുന്ന നല്ലൊരു മനുഷ്യനാണ് അയൽവാസി. അയാളൊരു കല്യാണത്തിന് ക്ഷണിച്ചു. അപ്പോ അയാള് സ്നേഹത്തോടെ ഇഷ്ടത്തോടെ ക്ഷണിക്കുകയാണ്. അയാളുടെ പേരക്കുട്ടിയുടെ കല്യാണമാണ്. അപ്പൊ നമ്മൾ കരുതി ഇഷ്ടത്തോടെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നതല്ലേ, പോയിട്ടില്ലെങ്കിലും മോശമല്ലേ, അങ്ങനെ പോവുകയാണ്. എവിടെ വെച്ച കല്യാണം? അതൊരു ഓഡിറ്റോറിയത്തിൽ വെച്ചാണ്. സുബ്ഹാന റബ്ബി, ആ ഓഡിറ്റോറിയത്തിൽ ചെന്ന് നോക്കുമ്പോ കൂത്താട്ടങ്ങളാണ്. ഒരാൾക്ക് ഒരു നിലക്കും ഒരു മനുഷ്യന്റെ നിലവാരത്തിനോട് യോജിക്കാത്ത തരം കൂത്താട്ടങ്ങൾ. ഇസ്ലാമിലെ ഒരു വിവാഹം എന്ന് പറയുന്നത് വളരെ പവിത്രമായ ഒരു ആചാരമാണ്. ജീവിതം എന്ന് പറയുന്ന വളരെ അർത്ഥമുള്ള
വലിയൊരു സംഗതി തുടക്കം കുറിക്കുന്നത് അർത്ഥശൂന്യമായ കുറെ ചേഷ്ടകളിലൂടെ എന്ന് കാണുമ്പോൾ അതൊരു വലിയ ദൗർഭാഗ്യമാണ്. അങ്ങനെയുള്ള ഒരു സംഗതി നടക്കുമ്പോൾ അവിടെ പോയിട്ട് ഒരു മാന്യന് അല്ലെങ്കിൽ ഒരു മതപണ്ഡിതന് എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും? ഇതിന് അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടോ? ഇല്ല. അദ്ദേഹത്തിന്റെ ലക്ഷങ്ങൾ അല്ലെങ്കിൽ വലിയ തുക, വലിയ ഭീമമായ തുക ചെലവിട്ടിട്ടാണ് ഇത് നടക്കുന്നത്. പക്ഷെ അദ്ദേഹം ഇങ്ങനെ മനസ്സുരുകി നിൽക്കുക. ഇതിനെന്ത് മനുഷ്യത്വം എന്നാണ് പറയാ? അവനവനുണ്ടാക്കിയ സമ്പാദ്യം കൊണ്ട് അവരവർ ആഘോഷിക്കുകയാണെങ്കിൽ പിന്നെ അർത്ഥമുള്ളൂ. വല്യപ്പന്റെ സമ്പാദ്യം ഉപയോഗിച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ ആഘോഷിക്കുന്നത്. പക്ഷെ ആ വല്യപ്പന്റെ ഹൃദയം വെട്ടി നുറുക്കിയിട്ടാണ് ആഘോഷിക്കുന്നത്. അയാൾക്ക് ഇഷ്ടമില്ല, പക്ഷെ അയാൾക്കൊരു നോ പറയാനുള്ള ശേഷിയില്ല. ഇവിടെ ഒരുപാട് വേറെ വിഷയങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞത് അങ്ങനെ ഉണ്ടാകും ചിലയിടത്ത്. ദുനിയാവിന്റെ സുഖം, അവിടെ ദുനിയാവിന്റെ ആ സുഖം കിട്ടുകയാണെങ്കിൽ ആഖിറത്തിന്റെ സുഖം ഉണ്ടാവില്ല. കാരണം അള്ളാഹു കൽപ്പിച്ചതിനൊക്കെ എതിരാണ്. അങ്ങനെയുള്ള സമയം ഉണ്ടാകും. വൈലാമായ അള്ളാഹു വൈലാമ അത് പറഞ്ഞല്ലോ. അതേ സമയത്ത് എതിരാകാത്തതുണ്ട്. അതാണ് കന്നിക്കാഹി, വിവാഹം. അതൊരു സൗഖ്യമാണ്. പക്ഷെ ആ സൗഖ്യം അവർക്ക് നിഷേധിക്കപ്പെട്ടിട്ടില്ല. കന്നിക്കാഹി സ്വഹീഹി, ശരിയായ നിക്കാഹ്, വാക്കിലിൽ ഹലാല് ഭക്ഷിക്കുക, ആഖിറത്തിന്റെ വിഹിതത്തിന് എതിരാകുന്നത് ബുദ്ധിയുള്ളവൻ വെറുക്കണം, അത് ഇഷ്ടപ്പെടരുത്. ഇപ്പൊ ബുദ്ധിയുള്ള ഒരു വലിയ ഉപ്പയാണെങ്കിൽ എന്തു വേണം? മക്കളെ, ഞാൻ നിങ്ങളെയൊക്കെ സ്നേഹിക്കുന്നു, എനിക്ക് എന്റെ സമ്പാദ്യം ഉപയോഗിച്ച് എനിക്ക് ഈ വിവാഹം മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ എന്റെ സാന്നിധ്യത്തോടെ ഈ വിവാഹം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ പഠിച്ച മൂല്യങ്ങൾക്കനുസരിച്ച് നടക്കണം. അതിന് മക്കൾക്ക് സഹകരിക്കാമോ? എങ്കിൽ ഞാനുണ്ട്. ഇല്ലേ, ഞാൻ ഇതിനെല്ലാം മക്കൾ ആഘോഷിച്ചോളൂ എന്ന് പറയാൻ, അതിൽ ഫേമായി ഉറച്ച നിലപാടിൽ ഒരു വല്യപ്പാക്ക് പറയാൻ പറ്റിയാൽ വേറെ വിരോധോ കലഹോ ശണ്ടയൊന്നും വേണ്ട. എന്ത് പറഞ്ഞ ഉറച്ച നിലപാടിൽ ഞാൻ അതിനില്ല, എനിക്കതിന് വെറുപ്പാണ് എന്ന് പറയാം. എന്നിട്ട് മാറി നിൽക്കണം. എന്നിട്ട് സംഭവിക്കുന്നത് സംഭവിക്കട്ടെ. അവിടെ വേറെ ദുസ്വഭാവസഭ്യം പറയുകയോ അനാവശ്യം ചെയ്യുകയോ ഒന്നും ചെയ്യരുത്. പകരം വെറുപ്പ് പ്രകടിപ്പിക്കുക. ഞാൻ അതിനില്ല, വിട്ടു നിൽക്കുക. എന്റെ സമ്പാദ്യവും ഇല്ല, എന്റെ സാന്നിധ്യവും ഇല്ല. കാരണം ഞാൻ പഠിച്ചതനുസരിച്ച് അത് തെറ്റാണ്. അതേസമയത്ത് ഈ ഇത്തരം ദുരാചാരങ്ങളില്ലാതെ ആ വിവാഹം ചെയ്താൽ വിവാഹം അസാധുവാണെന്നൊന്നും ഇവർക്കും ഇല്ലല്ലോ. അവർക്കൊന്ന് സഹകരിച്ചുകൂടെ? ഒരു മനുഷ്യനല്ലേ ഈ വല്യപ്പയും, ഒരു മനുഷ്യനല്ലേ നമ്മുടെ മാതാപിതാക്കൾ, ഒരു മനുഷ്യരല്ലേ ഈ നാട്ടിലുള്ള മുതിർന്നവരും, ഈ നാട്ടിലുള്ള മതമനുസരിച്ച് ജീവിക്കുന്നവരും. ഇവർക്ക് മതമില്ലെങ്കിൽ എന്തിനാണ് ബാക്കിയുള്ളവരെ നിർബന്ധിക്കുന്നത്? അപ്പൊ ബാക്കിയുള്ളവരെ ക്ഷണിച്ചു കൊണ്ടുവന്നിട്ട് അവർക്കൊരു നിലക്കും യോജിച്ചു പോകാൻ കഴിയാത്ത ഒരു സംഗതിയിൽ വലിച്ചിയേക്കുന്നത് എന്തിനാ? വലിച്ചിയേക്കപ്പെടുന്ന സമയത്ത് ഒരു നോ എന്ന് പറയാൻ എന്താണ് ധൈര്യക്കുറവ്? എന്തിനാ ഇങ്ങനെ ഭയപ്പെടുന്നത്? കുറച്ചാൾ ആക്ഷേപിക്കും, കുറച്ചാൾ ഇയാൾക്കൊന്നും ലോകം തിരിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞേക്കാം. ഈ ഇത്തരം കണ്ണു ചിമ്മലുകളാണ് അള്ളാഹു ഈ ലോകത്ത് മുസ്ലിമേതരായ ഒരു മനുഷ്യർ തെറ്റ് ചെയ്താൽ അള്ളാഹു മുസീബത്ത് ഇറക്കിക്കൊള്ളണമെന്നില്ല. അതേസമയത്ത് മുസ്ലിമീങ്ങൾ ഇത്തരം സാമൂഹിക തിന്മകൾ ചെയ്താൽ അള്ളാഹു പൊതുവായി ശിക്ഷിക്കും. വലിയ വലിയ സാമൂഹിക ദുരന്തങ്ങൾ അടിക്കടി ഉണ്ടാകും. ഇത് പ്രമാണങ്ങൾ പറഞ്ഞതാണ്. പ്രമാണങ്ങൾ, ഞാനിപ്പോ സംസാരിക്കുന്നത് ഇസ്ലാമിക വിശ്വാസം ഉൾക്കൊള്ളുന്നവർക്ക് വേണ്ടി മാത്രമാണ്. അല്ലാത്തവരോട് സംസാരിക്കുകയും സംവദിക്കുകയും ചെയ്യുന്ന ഒരു ഏരിയ മറ്റൊന്നാണ്. നമ്മളിപ്പോ പറയുന്നത് അള്ളാഹുവിന്റെ നിലപാടാണ്. ആ നിലപാട് ഇങ്ങനെയാണ്, അത് പ്രതീക്ഷിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ നമ്മൾ വിട്ടുനിൽക്കണം. ഒരു കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടാൽ അവിടെ ഇത്തരം അസാംഗത്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് ആക്ഷേപം ഉണ്ടാകേണ്ടി വന്നാലും പോകാതിരിക്കണം. പോകാതിരുന്നിട്ട് എന്തൊക്കെ സംഭവിക്കും? കുറച്ച് നിസ്സഹകരണം, ചിലപ്പോൾ തെറ്റിദ്ധാരണ ഉള്ളവർ നിസ്സഹകരിക്കും. അവരോടും കഴിയുമെങ്കിൽ പറയണം, ഇതാ ഞാൻ ഇന്ന കാരണത്താൽ ഈ വിഷയത്തിനില്ല, എനിക്ക് പറ്റില്ല. അത് ശാന്തമായി പറയണം, പ്രകോപിപ്പിച്ച് പറയരുത്. എന്നാണ്. ഇനി എങ്ങനെ പറഞ്ഞാലും ചിലപ്പോ
നമ്മളെ പറ്റി ആക്ഷേപമൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മൾ സഹിച്ചേ പറ്റൂ. അത് സഹിക്കാനാണ് ഒരു മുസ്ലിം, അതിനാണ് അതിനാണ് തന്റെ നിലപാട് എന്നൊക്കെ പറയും. ഒമായുദാബ്ദു ഹുദൂദൽ ആഖിറത്തി, ആഖിറത്തിനെതിരാകുന്ന ഒരു കാര്യം വരുമ്പോൾ ഫഹഖുൽ ആഖിലി അൻ യക്റഹു വലാ യുഹിബ്ബു, അത് ഇഷ്ടപ്പെടരുത്. പിന്നെയും പോയി ഇങ്ങനെ അതിങ്ങനെ ആസ്വദിച്ചു കൊടുക്കുക, പിന്നെയും അതിന് പോയി ഇങ്ങനെ നിവൃത്തികേടാന്ന് പറഞ്ഞിട്ട് നിൽക്കുക, അതിന് ഷണ്ടത്വം എന്നൊക്കെ പറയാറുണ്ട്. അനി അൻ യക്റഹു ബി അഖ്ലിഹി ലാ ബി ത്വബഇഹി, സ്വഭാവം കൊണ്ട് ചിലപ്പോ പാട്ടും കൂത്തും ഈ കൂത്താട്ടമൊക്കെ ചിലപ്പോ സുന്ദരികളായ സ്ത്രീകൾ ഇങ്ങനെ ആടുകയൊക്കെ ചെയ്താൽ കാണുമ്പോൾ ഒരു സുഖം ഉണ്ടാകും, ഒരു ദുനിയവിയായ സുഖം. അതേസമയത്ത് അഖില് അതിന് സമ്മതിക്കില്ല. വൃത്തികേട്, അഖില് അതിനെതിരാകും. കമാ യക്റഹു തനാവുല മിനൻ ത്വആമിൽ ലദീദിൻ ലിമലികിൻ മിനൽ മുലൂക്കി, രാജ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുകയാണ്, യഅലമു അന്നഹു ലൗ അഖ്ദമ അലൈഹി ലഖുതിഅത് യദുഹു ഔ ഹുസ്സതു റഖബതുഹു, അവിടെ പോയാല് അയാളെ ഭക്ഷണം എടുത്ത് കഴിക്കുകയാണ്, രാജാവിന്റെ ഭക്ഷണമല്ലേ, നല്ല സുഭിക്ഷമായ ഭക്ഷണമാണ്, പോയിട്ട് കഴിച്ചാൽ നല്ല സുഖം ഉണ്ടാവും. പക്ഷെ രാജാവ് മോഷണത്തിന് പിടിച്ചാൽ കൈവെട്ടിക്കളയും. അറിയുന്ന മനുഷ്യൻ അക്കലുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യും? വിട്ടുനിൽക്കും. അക്കലില്ല, അപ്പോഴത്തെ രസം ഉള്ളുവെങ്കിൽ അവനത് കഴിക്കും, അവസാനം കൈ പോവുകയും ചെയ്യും, അല്ലെങ്കിൽ പെരടി പോകും. ലാബിമാന അന്ന ത്വആമൽ ലദീദ യസ്വീറു ബിഹൈതു ലാ യസ്തഹീഹി ബിത്വബഇഹി, നല്ല ഭക്ഷണം ഇഷ്ടമില്ലാണ്ടാണോ? അല്ല, നല്ല ഭക്ഷണം ഇഷ്ടമാണ്. ലാ യസ്തലിദുഹു, കഴിച്ചാ ടേസ്റ്റ് ഉണ്ടാവൂലേ? ഉണ്ടാകും. ലാ യസ്തലിദുഹു ലൗ അക്കലഹു, കഴിച്ചാ ടേസ്റ്റ് ഉണ്ടാകൂല എന്നല്ല, കഴിച്ചാൽ ടേസ്റ്റ് ഉണ്ടാകും, കഴിച്ചാൽ നല്ല ടേസ്റ്റ് അതിനും ഉണ്ടാകും. ഫൈന ദാലിക മുഹാൽ വലാകിൻ അല മഅന അന്നഹു യസ്ജു, ടേസ്റ്റ് ഉണ്ടാകൂല എന്ന് പറയുന്നത് അത് എന്തായാലും ശരിയല്ല. വലാകിൻ അല മഅന അന്നഹു യസ്ജുറുഹു അഖ്ലുഹു, അവന്റെ ബുദ്ധി പറയിച്ചേ വഷളത്തരാണ്. അനിൽ ഇഖ്ദാമി അലൈഹി, അവിടെ പോയിട്ട് അയാൾ കട്ടെടുത്ത് കഴിക്കരുത്. തഹ്സുലു ഫീഹി കറാഹത്തുൽ ളറരിൽ മുതഅല്ലിഖ് ബിഹി, അത് മുഖേന ഉണ്ടായിത്തീരുന്ന പ്രയാസങ്ങൾ. കല്യാണത്തിന് ഈ തോന്നിയാസം കഴിയുമ്പോ അത് നല്ല രസമുണ്ട്, ആൾക്കാരൊക്കെ പറയും വല്യുപ്പാന്റെ പ്രൗഢി, മക്കൾക്ക് ഒത്തു നിൽക്കാൻ പറ്റിയ വല്യുപ്പയാണ്, സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടാകും. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് മരിക്കുമ്പോ ഇതെല്ലാം ഇങ്ങനെ കാണിച്ചു തന്നിട്ടാണ് അസ്രായേൽ പിടിക്കുക. അതല്ലോ, ഇതെല്ലാം ഇങ്ങനെ കാണിക്കും, എല്ലാം കാണിച്ചിട്ട് ആണ് അസ്രായേൽ ലഖദ് ഖലഖ്നൽ ഇൻസാന നഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, പരിശുദ്ധ ഖുർആൻ അത് നമ്മളെ പഠിപ്പിച്ചതല്ലേ. എന്ത് ചെയ്യും? ഇതെല്ലാം കാണിച്ചു തന്നിട്ടുണ്ട് ഒരു പിടുത്തം. ആ പിടുത്തം പിടിക്കുമ്പോ അന്ന് വല്ലാത്ത സങ്കടമായിരിക്കും, അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആ ബുദ്ധിമുട്ട് സഹിക്കാൻ ഭയങ്കര വിഷമായിരിക്കും. അപ്പൊ അവിടത്തേക്ക് ഒരുങ്ങിയിട്ടുണ്ടെങ്കിലേ അങ്ങനെയൊക്കെ ചെയ്യാവൂ, അല്ലെങ്കിൽ സൂക്ഷിക്കണം, അല്ലെങ്കിൽ അപകടമാണ്. അവിടത്തേക്ക് ഒരുങ്ങിയാലേ എന്ത് ചെയ്യാവോ, അങ്ങനെ ചെയ്യാവൂ. ഇത് യതലഖിയാനിൽ മുതലഖിയാനി അനിൽ യമീനി വഅനി ശിമാലി ഖഈദ് മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ് ഫജാഅത് സക്രത്തുൽ മൗത്ത് ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്. സക്രത്തുൽ മൗത്ത് വരുന്ന സമയത്ത് ഈ നന്മയും തിന്മയൊക്കെ കാണിച്ച് വെപ്രാളപ്പെടുത്തി തിരുത്താത്ത ഈ തിന്മ തീർത്തും കാണിച്ചിട്ടുണ്ട്, ഒരു വേദനിപ്പിച്ചൊരു മരിപ്പിക്കലുണ്ട്. ഈ തിന്മ തീർത്തും സ്ക്രീനിൽ ഇട്ടിട്ട് ഇതൊക്കെ കണക്ക് തീർക്കാനാട്ടോ നമ്മൾ പോകുന്നത് എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുക. ആ മരണം അള്ളാഹു നമുക്കൊക്കെ ഹുസ്നുൽ ഖാത്തിമത്ത് നൽകട്ടെ. അപ്പോ ആഖിറത്തിന്റെ പേടിയോട്, ആഖിറം എന്ന ജീവിതത്തോട് മോഹത്തോടെ ജീവിക്കുക എന്നത് ബുദ്ധിമാന്മാരുടെ ലക്ഷണമാണ്. അപ്പൊ അവിടെ എത്തിയിട്ട് എല്ലാം വിഷമായി പോകുന്ന രീതിയിലാണോ? ഇവിടെ എത്തിയിട്ട് ഇതൊക്കെ ഞാൻ കുടുങ്ങും, ഇവിടെ ഉള്ള സുഖം ഇപ്പൊ തീരും, ഇതിപ്പോ കല്യാണത്തിന്റെ ഒറ്റ ദിവസം കഴിഞ്ഞാൽ കഴിഞ്ഞു, ലക്ഷം 15, 30, 40, 50 കോടിയോ എല്ലാതോടെ തീരും, എട്ടിക്ക് വെച്ചിരുന്നൊക്കെ അതോടെ തീരും, അതൊക്കെ പോയി പോകും. അതോടൊപ്പം അവശേഷിക്കുന്നതോ ആയിരക്കണക്കിന് ആൾക്കാരെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ഹറാമ് ചെയ്യിപ്പിച്ചതിന്റെ ആ വിഹിതം ഇങ്ങനെ കുന്നുകൂടും. അതിങ്ങനെ കുന്നുകൂടും. സ്ത്രീയും പുരുഷനും മിങ്കിൾ ചെയ്യുന്നു, കൂത്താടിയിട്ടുള്ള വിവാഹം, അത് അങ്ങനെ ഓരോന്നും. ഞാൻ ഒരു ഉദാഹരണം പലപ്പോഴും ശ്രദ്ധയിൽ പെട്ടത് പറഞ്ഞു എന്നേ ഉള്ളൂ. കഴിയുന്നതും വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടാൽ ഇപ്പൊ ഞാൻ പോകാറില്ല, കഴിയുന്നത്രയും മാറി നിൽക്കാറാണ്. എന്റെ ഒരു കാരണം ഇതാണ്.
പലപ്പോഴും കാരണം ഉണ്ടാകും, പല പരിപാടികളൊക്കെ ഉണ്ടായി, ഇല്ലെങ്കിൽ പരിപാടി ഉണ്ടാക്കിയിട്ട് പോകാതിരിക്കുക എന്നുള്ളതാണ് ഞാനിങ്ങനെ കരുതുന്നത്. എന്റെ മക്കളെയൊക്കെ വിവാഹം വെറും നിക്കാഹ് മാത്രം ചടങ്ങ് കഴിക്കുകയും ഭക്ഷണം മാത്രം ഇത്തരം സംഗതികൾക്കൊന്നും ഇല്ലാത്തവർക്ക് കൊടുക്കുക, കൂട്ടിക്കൊണ്ടുവരാൻ ഇതിനൊന്നും ഇത്തരം എല്ലാവരും ഒന്നും ആവശ്യമില്ല. എന്തിനാ അങ്ങനെയൊന്നും ശറയിൽ ആവശ്യമില്ല. മാതൃക കാണിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. പറ്റുന്നവരൊക്കെ അങ്ങനെ മാതൃക കാണിക്കണം. എന്തിനാണ് വിവാഹം അങ്ങനെ എല്ലാരെയും വിളിച്ചിട്ട് ഇങ്ങനെ തന്നെ ഈ കൂട്ടാൻ പോക്കും കൂട്ടാൻ വരുത്തതൊന്നും ആവശ്യമൊന്നുമില്ല. അങ്ങനൊക്കെ നിർബന്ധമുണ്ടോ? ഇല്ല. അറക്കൂടൽ വേറെ കഴിച്ചാൽ മതി. ഭക്ഷണം എല്ലാവർക്കും കൊടുക്കുക. നിക്കാഹ് ഉത്തരവാദപ്പെട്ടവരെ, നല്ല കുത്താട്ടമൊന്നും ഇല്ലാത്തവരെ മാത്രം വിളിച്ച് നിക്കാഹ് കഴിച്ചു കൊടുക്കുക. നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം അവരൊന്നിച്ച് ജീവിക്കട്ടെ. അതുപോലെ വലീമത്ത് കൊടുക്കുക, അങ്ങനെ സദ്യകൾ ഒരുക്കുക. ഈ പോക്കും വരവും ഇങ്ങനെ തന്നെ വേണമെന്നൊന്നുമില്ല. അതിന്റെ പേരിലാണ് ഇന്ന് എല്ലാ ആഭാസവും. ഇനിയിപ്പോ ഉസ്താദുമാരുടെ വിവാഹം നടക്കുമ്പോൾ പോലും ചിലപ്പോഴൊക്കെ അവരുടെ ഒരു ബഹളമൊക്കെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് അവരുടെ ഒരു ബഹളമാണ് ഇഷ്ടപ്പെടുക. അതായത് ചില പാട്ടും കൂത്തൊക്കെ കുറച്ച് ഓവറായാൽ അവിടെയും പ്രശ്നമാണ്. ഓവറാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഉണ്ടെങ്കിൽ അതും മറ്റവർക്കുള്ള പ്രോത്സാഹനമാണ്. കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങിയാൽ നല്ലതാണ്. ഒരു തീരെ ആസ്വദിക്കരുത് ഞാൻ പറഞ്ഞില്ല, ആസ്വാദനത്തിന് കൂത്താട്ടം തന്നെ വേണമെന്ന് ചിന്തിക്കുന്നതാണ് അബദ്ധം. അള്ളാഹു കാക്കട്ടെ. അള്ളാഹു നമുക്ക് നല്ലത് ചിന്തിക്കാനും നല്ലത് ചെയ്യാനും ഒക്കെ തൗഫീഖ് നൽകട്ടെ. മാഷാ അള്ളാഹ്. അപ്പോ സലിമാവിന്റെ പ്രയോഗം ولكن على معنى أنه يزجره عقله عن الإقدام عليه وتحصل فيه كراهة الضرر المتعلق به. ഇതുകൊണ്ടുണ്ടായിത്തീരുന്ന അയാളുടെ ബുദ്ധി പറയും പോട്ടെ, വേണ്ട, രാജാവിന്റെ ഭക്ഷണമാണെങ്കിലും വേണ്ട വേണ്ട, കാരണം അയാളുടെ സന്നദ്ധ ഇല്ലാതെ പോയിട്ട് കഴിച്ചാൽ തഹ്സുൽ ഫീഹി കറാഹത്തുൽ ദറരി, അയാൾക്ക് വരാൻ പോകുന്ന പ്രയാസാണ് അയാൾക്ക്. ഏത് പ്രയാസം? അൽ മുതഅല്ലിഖ് ബിഹി, ഇതിന് കഴിച്ചാൽ പിന്നെ ശിക്ഷ കിട്ടും. അയാൾ ഭക്ഷണം എടുത്ത് കഴിച്ചാൽ പിന്നെ ശിക്ഷ ഉണ്ടാകും. അപ്പോ ഇപ്പൊ രസം വേണ്ട, എത്ര വലിയ സുഭിക്ഷാണെങ്കിലും ഇപ്പൊ വേണ്ട, കാരണം അത് വഷളാകാനുള്ള വഴിയാണ്. റബ്ബ് അറിയാതെ നടക്കൂലല്ലോ, റബ്ബ് അറിഞ്ഞുകൊണ്ടല്ലേ നടക്കുള്ളൂ. അതുകൊണ്ടത് വേണ്ട, തെറ്റുകൾ വേണ്ട. അള്ളാഹു അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് ബാക്കി ഭാഗം നമുക്ക് തുടർന്നും ചർച്ച ചെയ്യാമെന്ന് കരുതുന്നത്. ഇപ്പോ കൂടുതൽ ദീർഘിച്ചാൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാകുമെന്ന് തോന്നുന്നു. ഇൻഷാ അള്ളാഹ് കുറച്ചു ഭാഗവും കൂടെ അവിടെ ഇന്ന് തന്നെ പറയേണ്ടത് ഉണ്ടായിരുന്നു. ഒരു ഭാഗവും കൂടെ ഇന്ന് പറയാമെന്ന് തോന്നുന്നു, കാരണം അത് ഇതിന്റെ തന്നെ ബാക്കിയാണല്ലോ. അപ്പൊ അത് ഇന്ന് തന്നെ തീർന്നോട്ടെ. തൽക്കാലം കുറച്ച് സമയം എല്ലാവരും ഒന്ന് കുറച്ച് ക്ഷമിച്ചാൽ മതി. വൽ മഖ്സൂദു മിൻ ഹാദാ, ഇതിലെ ലക്ഷ്യം അന്നഹു ലൗ അഹബ്ബ ഉസ്താദഹു ലിഅന്നഹു യുആസിഹി വയുഅല്ലിമുഹു, ഉസ്താദിനെ അയാൾ സ്നേഹിക്കുന്നു, കാരണം അയാൾക്ക് സമ്പത്തും ആവശ്യമായ ദുനിയവിയായ സഹായവും കിട്ടും, ഇൽമും കിട്ടും. ഔ തിൽമീദഹു, കുട്ടിയെ സ്നേഹിക്കുന്നു, ലിഅന്നഹു യതഅല്ലമു മിൻഹു വയഖ്ദിമുഹു, ആ കുട്ടി പഠിക്കുകയും ചെയ്യും, ആവശ്യമായ സഹായം ചെയ്തു തരും, ഭക്ഷണം എടുത്തുകൊണ്ട് തരും, അതുപോലെ വസ്ത്രാലക്കി തരുമൊക്കെ അവൻ ചെയ്യും. അപ്പൊ രണ്ട് കാര്യവുമായി. വഅഹദുഹുമാ ഹദ്ദുൻ ആജിലുൻ, ഒന്ന് പെട്ടെന്ന് കിട്ടുന്നതാണ്, വല്ലാഖറു ആജിലുൻ, മറ്റത് പരലോകത്തേക്കുള്ളതാണ്. ലക്കാന ഫീ സുംറത്തിൽ മുതഹബ്ബീന ഫില്ലാഹ്, ഇതൊക്കെ അള്ളാഹുവിന്റെ വഴിയിലുള്ള ഹുബ്ബാണ്. വലാകിൻ ബിശർത്തിൻ വാഹിദിൻ, ഒരു ഷർത്തുണ്ട്. വഹുവ അൻ യകൂന ബിഹൈസു ലൗ മനഅഹുൽ ഇൽമു മസലൻ ഔ തഅദ്ദറ അലൈഹി തഹ്സീലുഹു മിൻഹു ലനഖസ ഹുബ്ബുഹു ബിസബബിഹി ഫൽഖദ്റു അല്ലദീ യൻഖുസു ബിസബബി ഫഖദിഹി ഹുവ ലില്ലാഹി തആല. ഇതിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ അവന് ഭയങ്കര സങ്കടമായിരിക്കും. അത് ഏതാകണം? അത് ഇൽമാകണം. ഉസ്താദിന്റെ അടുത്ത് നിന്ന് ഇൽമ നഷ്ടപ്പെട്ട ഒരു സങ്കടവും ഇല്ല. അതേസമയത്ത് ഉസ്താദിന്റെ അടുത്തുനിന്ന് മറ്റേത് കിട്ടേണ്ടത് കുറഞ്ഞാൽ ഭയങ്കര സങ്കടം, എങ്കിൽ അത് മോശം. ശിഷ്യന്റെ അടുത്ത് നിന്ന് ഖിദ്മത്തൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു പ്രയാസവും ഇല്ല, ഇൽമ് പഠിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര വിഷമാണ് ഉസ്താദിന്, എന്നാൽ അത് ഹുബ്ബും ഫില്ലാഹിയാണ്. അതാണ് ഷർത്തും വാഹിദ്. ഫൽഖദ്റുല്ലദീ, ഇവിടെയുള്ള മാനദണ്ഡം വഹുവ അൻ യകൂന ബിഹൈസു, ഒരു രീതിയിലാകണം. ലൗ മനഅഹുൽ ഇൽമു മസലൻ, അവിടെ ഇൽമ് അവന് തടയപ്പെട്ട, ലൗ മുനിഅഹുൽ ഇൽമു ആക്കിയാൽ കുറച്ച് ഇൽമെന്നാക്കിയാൽ കുറച്ചു ഗുണം. ഇൽമ് അവന് തടയപ്പെട്ടാൽ, മസലൻ ഔ തഅദ്ദറ അലൈഹി തഹ്സീലുഹു മിൻഹു, ഇൽമ് കിട്ടാൻ അവന് പറ്റുന്നില്ല, ഇൽമ് നേടാൻ പറ്റുന്നില്ല, അപ്പൊ ലനഖസ ഹുബ്ബുഹു, അയാളെ ഹുബ്ബ് ചുരുങ്ങണം. പഠിച്ചോനെ ഇത് വേണ്ട, ഖിദ്മത്തിന് അത് മാത്രം ഒരാള് വേണ്ട. പിന്നെ ലനഖസ ഹുബ്ബുഹു ബിസബബിഹി, അക്കാരണം കൊണ്ട് അവന്റെ ഹുബ്ബ് പോകും. ഇത് ശരിയില്ല, ഇത് വേണ്ട. ഇൽമു പഠിക്കുന്നില്ല, ഖിദ്മത്തിന് മാത്രം, അങ്ങനെ ഒരാളൊന്നും വേണ്ട.
ഫൽഖദറുല്ലദി യൻഖുസു ബിസബബി ഫഖദിഹി ഏത് നഷ്ടപ്പെട്ടാലാണ് അയാൾക്ക് അത് നഷ്ടപ്പെട്ടാൽ അയാളുടെ ഇത് കുറഞ്ഞു പോകുന്ന ഏതാകണം? ഹുവലില്ലാഹി തആല, അത് അള്ളാഹുവിന്റെ വഴിയിലുള്ളതാണ്. അത് നഷ്ടപ്പെട്ടാലാണ് സങ്കടം. വലഹു അലാ ദാലിക്കൽ ഖദ്രി സവാബുൽ ഹുബ്ബ് ഫില്ലാഹ്, ഈ അളവില് അവന് എന്തിന്റെ സവാബുണ്ട്? അൽ ഹുബ്ബു ഫില്ലാന്റെ സവാബുണ്ട്, പ്രതിഫലമുണ്ട്. വലൈസ ബി മുസ്തങ്കരിൻ, അത് മോശമല്ല. വലൈസ ബി മുസ്തങ്കരിൻ അൻ യസ്തദ്ദ ഹുബ്ബുക ലി ഇൻസാനിൻ ലിജുംറത്തി അഗ്റാദിൻ തർതബിതു ലഹു ലക ബിഹി, നിനക്ക് ബന്ധമുണ്ടാകുന്ന കുറെ കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഹുബ്ബ് കൂടുന്നു, അത് മോശമല്ല. ഫൈനിംതന ബഅദുഹാ നഖസ ഹുബ്ബുക, അതിൽ നിന്ന് ചിലത് നഷ്ടപ്പെട്ടാൽ നിന്റെ ഹുബ്ബ് ചുരുങ്ങും. ഫൈൻ സാദ സാദൽ ഹുബ്ബു, കൂടിയ ഹുബ്ബ് കൂടും. ഫലൈസ ഹുബ്ബുക ദഹബു കഹുബ്ബിക്കൽ ഫില്ലത്തി, സ്വർണത്തിനോടുള്ള ഇഷ്ടം വെള്ളിയോട് ഉണ്ടാകൂലല്ലോ, സ്വാഭാവികല്ലേ. 10,000-നോടുള്ള ഇഷ്ടം 1000-തോട് ഉണ്ടാകൂല. ഇതാ തസാവാ മിഖ്ദാറുഹുമാ, ഒരു 100 ഗ്രാം വെള്ളിയും 100 ഗ്രാം സ്വർണം ഉണ്ടെങ്കിൽ സ്വർണത്തിനോടാണ് എനിക്ക് ഇഷ്ടം കൂടുക, സ്വാഭാവികമാണത്. ലിയന്നദ്ദഹബ യൂസിലു ഇല അഗ്റാദിൻ, കാരണം സ്വർണം കൊണ്ടാണ് കൂടുതൽ കാര്യം കിട്ടുക, കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുക. ഈ അക്സറു മിമ്മാ തൂസിലു ഇലൈഹിൽ ഫില്ലത്തു, വെള്ളി കൊണ്ട് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കാര്യം കിട്ടുക അതുകൊണ്ടാണ്. കഹുബ്ബിക ഫഇദൻ യസീദുൽ ഹുബ്ബു ബിസിയാദത്തിൽ ഗറദി, കാര്യം നടക്കുമ്പോൾ ഹുബ്ബ് കൂടും. വലാ യസ്തഹീലു ഇജ്തിമാഉൽ അഗ്റാദി ദുനിയവിയ്യത്തി വൽ ഉഖ്റവിയ്യത്തി, ദുനിയവിയും ഉഖ്റവിയും രണ്ടും ഉണ്ടാകുക എന്നുള്ളത് പറ്റാത്ത സംഗതിയൊന്നും അല്ല. ഫഹുവ ദാഖിലുൻ ഫി ജുംലത്തിൽ ഹുബ്ബ് ഫില്ലാഹ്, അൽ ഹുബ്ബ് ഫില്ലാഹിൽ പെട്ടതാണ്. വഹദ്ദുഹു, അതിന്റെ ഒരു പരിധി, ഹുവ അന്ന കുല്ല ഹുബ്ബിൻ ലൗലൽ ഈമാനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലുള്ള വിശ്വാസം, അന്ത്യനാളിലുള്ള വിശ്വാസം ഇല്ലെങ്കിൽ എല്ലാ ഹുബ്ബും ലം യതസവ്വർ വുജൂദുഹു ഫഹുവ ഹുബ്ബുൻ ഫില്ലാഹ്, ഇതില്ലെങ്കിൽ ഇതൊന്നുമില്ല, അങ്ങനെയാണ് അത് അൽ ഹുബ്ബു ഫില്ലാഹിയാണ്. വകദാലിക കുല്ലു സിയാദത്തിൻ ഫിൽ ഹുബ്ബി, ഹുബ്ബ് കൂടുന്നത് ലൗലൽ ഈമാനു ബില്ലാഹി ലം തകുൻ തിൽക തൂ, ഈമാന് അള്ളാഹുവിലുള്ള വിശ്വാസം ഇല്ലെങ്കിൽ ഇതൊന്നും കൂടൂല. എങ്കിൽ ഫതിൽക സിയാദത്തു മിനൽ ഹുബ്ബി ഫില്ലാഹ്, അതൊക്കെ അൽ ഹുബ്ബു ഫില്ലാഹിൽ പെട്ടതാണ്. ഒരു ശിഷ്യനോട് സ്നേഹം കൂടുന്നത് ഇവന് ഈ വകുപ്പിലുള്ള എൽമു പഠിക്കുന്നതിനോടുള്ള വകുപ്പില്ലേ, പിന്നെ അതെല്ലാം പോയി. അതുള്ളതോടൊപ്പം ഉണ്ടായതാണ് മറ്റെങ്കിൽ അതിന് കുഴപ്പമില്ല. ഫദാലിക വഇൻ ദഖ ഫഹുവ അസീസുൻ, അത് എത്ര നിസ്സാരാണെങ്കിലും അത് ശരിയാണ്. ഖാലൽ ജരീരി തആമുലുൻ നാസി ഫിൽ ഖർനിൽ അവ്വലി ബിദ്ദീനി ഹത്താ റഖദ്ദീൻ, തആമല നാസു ഫിൽ ഖർനിൽ അവ്വലി ബിദ്ദീൻ ഹത്താ റഖദ്ദീൻ, ദീന് 1-ാം നൂറ്റാണ്ടുകാര് നന്നായിട്ട് ഉപയോഗിച്ചിട്ട് ദീൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒന്ന് ഡൈല്യൂട്ടഡ് ആയിട്ടുണ്ട്, അതൊന്ന് നേർപ്പിച്ചെടുത്തിട്ടുണ്ട്. തആമലു ഫിൽ ഖർനി സാനി ബിൽ വഫാഇ, 2-ാം നൂറ്റാണ്ടുകാര് ഉത്തരവാദിത്തങ്ങളൊക്കെ നന്നായി നിർവഹിച്ചു. ഹത്താ ദഹബൽ വഫാഉ, അങ്ങനെ വഫാ എന്ത് ചെയ്തു? വഫാഇന്റെ വിഷയത്തിൽ അവർ ഇടപെട്ടിട്ട് ഉത്തരവാദിത്വ നിർവഹണത്തിൽ അത് പോയി. വഫിസ്സാലിസി ബിൽ മുറൂഅത്തി, മൂല്യങ്ങളുടെ വിഷയത്തിൽ ഹത്താ ദഹബത്തിൽ മുറൂഅത്തു, മൂല്യങ്ങൾ പലതും പോയി. വലം യബ്ഖ ഇല്ല റഹ്ബത്തു വറഗ്ബത്തു, ഇപ്പൊ ആകെയുള്ളത് മോഹങ്ങളും ഭയവുമാണ് അവശേഷിക്കുന്നത് എന്ന് ഇമാം ജരീറി പറഞ്ഞത് കാണാം. അപ്പോ റബ്ബ് എന്ന് പറയുന്നത് ദുനിയവി പാടില്ല എന്ന് പറയേണ്ട കാര്യം ഇല്ല എന്ന് ചുരുക്കം. ഇൻഷാ അല്ലാഹ് ഞാൻ നേരത്തെ മൈക്ക് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം വിഷയങ്ങൾ ഉണ്ടെങ്കിൽ, ആർക്കെങ്കിലും അത്യാവശ്യ സംസാരങ്ങൾ ഉണ്ടെങ്കിൽ, റെക്കോർഡിൽ വരേണ്ട വിഷയങ്ങളാണെങ്കിൽ ഇതില് ചർച്ചയിൽ കൊണ്ടുവരാം, നമുക്ക് ചർച്ച ചെയ്യാം. റെക്കോർഡിൽ വരേണ്ടാത്തതാണെങ്കിൽ നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട്, ഇത് കുറെ വിഷയങ്ങൾ നല്ല ചർച്ചക്ക് വരേണ്ട ഭാഗങ്ങളുണ്ട്. കാരണം ഇന്നത്തെ ഒരു കാലഘട്ടം അങ്ങനെയാണല്ലോ. സർവലിസ്തവരി ആയിക്കോണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദ് പറഞ്ഞാല് നമ്മളെല്ലാവരും സുഖത്തോടുകൂടെ ജീവിക്കണമെന്നൊരു ആശയം പറഞ്ഞിരുന്നു. അതൊന്ന് അതിന്റെ ഒരു വിവക്ഷ അതൊന്ന് ഡിഫൈൻ ചെയ്താൽ.
ഇവിടെ എവിടെയെങ്കിലും എതിരുണ്ടോ? ഏതെങ്കിലും പ്രമാണത്തിന് എതിരുണ്ടോ നമ്മൾ പഠിപ്പിക്കപ്പെട്ടത്? സുഖം എന്ന് പറയുന്നത് നമുക്ക് അനുവദിക്കപ്പെട്ടതാണ്. അനുവദിച്ച സുഖത്തോടൊന്നും നമുക്ക് വെറുപ്പുണ്ടാകരുത്. ഇപ്പോ സുഖം അതാണ് എല്ലാം എന്ന് വിശ്വസിക്കുന്നതാണ്. ഇപ്പൊ സുഹൃദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫഖ്ദുൻ അലാഖത്ത ഖൽബിക. ആ ദുനിയാവിനോടുള്ള, ദുനിയാവാണ് വലുത്, മെയിൻ കണക്ഷൻ ദുനിയാവ്. എന്നിട്ട് അഡീഷണൽ മറ്റത്, അത് ഭയങ്കര അസൗകര്യമാണ്, അത് അസൗഖ്യാണ്, സുഖമില്ലായ്മയാണ്. അതേസമയത്ത് മെയിന് ആഖിറാണെങ്കിൽ ഇവിടെയും എന്ത് ചെയ്യണം? അൽഹംദുലില്ലാ, നമ്മള് അലാ ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ ലഹുമുൽ ബുശ്റ. അവിടെ അൽ ബുശ്റ ബിശാറത്തിന്റെ ഇസ്മു തഫ്ദീലിന്റെ മുഅന്നസ്. ഇസ്മു തഫ്ദീലില് മുഅന്നസിനാണ് മായന കൂടുതൽ. ആ മായന തന്നെ ലഹും തഖ്ദീമാക്കിയിട്ട് പറഞ്ഞു ലഹുമുൽ ബുശ്റ ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. ദുനിയാവിൽ നിന്ന് മുന്തിച്ചു പറഞ്ഞു, എന്നിട്ടാണ് ആഖിറം പറഞ്ഞത്. അപ്പൊ അൽ ബുശ്റ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്, ബിശാറത്തിന്റെ ടോപ്പ്. ഇപ്പൊ എപ്പോഴും സുഖം, എന്താണോ അതിലൊക്കെയും സുഖം. അതില് ഇപ്പൊ ഭയങ്കര സമ്പത്തുണ്ടാവുമ്പോഴേക്ക് എന്തോ ഒന്നുമില്ല, സമ്പത്തൊന്നും അല്ല ഈ സാധനം. അതുകൊണ്ട് സുഖം ഒരിക്കലും എന്തല്ല, സുഖം എതിരല്ല. സുഖം എപ്പോഴും സുഖം. ആക്രമിച്ചാലും സുഖം, സേവനം ചെയ്താലും സുഖം, ഒരാൾ സപ്പോർട്ട് ചെയ്താലും എതിർത്താലും സുഖം, ആക്ഷേപിച്ചാലും മദ്ഹ് പറഞ്ഞാലും സുഖം. അപ്പൊ സുഖം വേണം. ആ സുഖം എപ്പോഴും നല്ല സുഖം ഏതാ? കുറച്ച് നമ്മളാരെ ആക്ഷേപിക്കുകയും ചെയ്യരുത്. അതുപോലെ ചിലരൊക്കെ ഇപ്പൊ വലിയ മശായിഖുമാർ അവരെ ആക്ഷേപിച്ചത് പൊരുത്തപ്പെടുമ്പോഴൊക്കെ പറയും, പറഞ്ഞതും ഇനി പറയാനുള്ളതൊക്കെ പൊരുത്തപ്പെട്ടു എന്ന് കരുതിയിട്ട് എന്നെ ആക്ഷേപിക്കുന്ന എനിക്ക് ഇഷ്ടമെന്നൊന്നും ആരും പറയും. അങ്ങനെ ഒന്നുമില്ല. ലാത്തുഷ്മിത് ബി അല്ലാതെ ശത്രുക്കളെ സന്തോഷിക്കാൻ ഇടം കൊടുക്കരുത് എന്ന് ഈസാ നബീന്റെ ദുആ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ ഒക്കെ പഠിപ്പിക്കപ്പെട്ടത് ശത്രുക്കളെ ആക്ഷേപിക്കുകയും ചെയ്യാതിരിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്യേണ്ടത്. അപ്പൊ ശത്രുക്കളൊക്കെ അവർക്കൊക്കെ എന്തും പറഞ്ഞോട്ടെ, പറയാൻ ഇടണ്ടായിക്കോട്ടെ എന്ന് ചിന്തിക്കും. വേണ്ട, അങ്ങനെയാണ് വേണ്ടത്. അപ്പൊ സുഖം ഉണ്ടാകുക എന്നുള്ളത് വേണ്ടതാണ്, എപ്പോഴും വേണ്ടത്. നമ്മളെ പറ്റി ആൾക്കാർ ആക്ഷേപമല്ല പറയേണ്ടത്. നല്ലത് പറയാനുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ, അത് നല്ലത് പറയാൻ ഉണ്ടാകുക വേണം. പക്ഷെ അതാകരുത് നമ്മുടെ അത് കിട്ടിയാലാണ് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അത് വേണ്ട. നമുക്ക് റബ്ബുണ്ട്. നമ്മെ പടച്ച, ഈ ലോകം പടച്ച റബ്ബ് നമ്മുടെ കൂടെ. ഞാൻ പറഞ്ഞത് റെഡിയാണെങ്കിൽ ക്ലിയർ അല്ലേ? ഒന്നും കൊടുക്കാം. അഷ്റഫ് അലി സ്ഥാൻ ഒന്നും കൂടി. അപ്പൊ ആഖിറത്തിനെ ഏറ്റവും മുൻതൂക്കായി തെരഞ്ഞെടുത്തൊരു സുഖം, അതാണോ ഉദ്ദേശിച്ചത്? അതെ. അതിനെ അർത്ഥമുള്ളൂ, മറ്റതിന് അർത്ഥമില്ലല്ലോ. കാരണം ഒരാള് രാജാവിന്റെ ഭക്ഷണം കട്ട് കഴിച്ചിട്ട് ഭയങ്കര സുഖം, സുഖം, അത് സുഖമല്ല. കാരണം തൊട്ടടുത്ത് ശിക്ഷ കിട്ടാൻ പോവാണ്, വഷളാകാൻ പോവാണ്. അപ്പോ അത് സുഖമല്ല. ഇപ്പൊ ഒരാളൊരു ചോദ്യം ഉണ്ടായിരുന്നു ഇതിനു മുമ്പ്, ഏതൊരു പ്രഗത്ഭനാന്ന് തോന്നുന്നു. അയാളുടെ ചോദ്യം എന്താണ്? ഈ ലോകത്ത് ഒരാൾ നന്മ മാത്രം ചെയ്ത് ജീവിക്കുന്നു, പക്ഷെ അയാൾ എന്തല്ല, ഒരു ദൈവവിശ്വാസിയല്ല. അയാൾ പരലോകത്ത് അയാൾക്ക് ശിക്ഷയാണോ രക്ഷയാണോ ഉണ്ടാകുക എന്ന് ചോദിക്കും. അതെന്ത് പറയാൻ? ഇപ്പൊ എന്റെ മോന് ഭയങ്കര ഉഷാറില ജീവിക്കുന്നത്, എല്ലാം ചെയ്യും, പക്ഷെ എന്റെ വാപ്പയായിട്ട് അവൻ അംഗീകരിക്കും. എന്റെ വാപ്പയായിട്ട് അവൻ അംഗീകരിക്കൂല. ഞാൻ എന്റെ വീട്ടിൽ അവനെ കടത്തും. എന്റെ വീടിന്റെ ഉടമ ഞാനാണ്, എന്റെ കുടുംബത്തിന്റെ നാഥൻ ഞാനാണ് എന്ന് അംഗീകരിക്കലാണ് അവിടുത്തെ ഏറ്റവും ടോപ്പ്. അതില്ലെങ്കിൽ പിന്നെ എന്ത് നന്മ ചെയ്തിട്ട് എന്താ? എനിക്കതിൽ വലിയ കാര്യമൊന്നുമില്ല. അള്ളാഹുവിനെ അംഗീകരിക്കാതെ ഒരാൾ നന്മ ചെയ്യുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ഇതുപോലെ ഇപ്പോഴത്തെ യുക്തിവാദികളൊക്കെ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം അതാണ്, മനുഷ്യരിൽ നന്മ ഉണ്ടായാൽ മതി, ആ നന്മയുടെ പ്രസരണം മതി എന്നൊരു പറഞ്ഞാൽ ഒരു ശൂന്യതയാണത്, ഒരു ശൂന്യതയാണ്. അതായത് നന്മ മതി എന്ന് ചിന്തിക്കുന്നത്, ഒരാൾക്ക് നന്മ മറ്റൊക്കെ നന്മ ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. തീരുമാനം പറയാൻ ഒരു ഉടമസ്ഥൻ തന്നെ വേണം, അല്ലെങ്കിൽ അതൊരു അസംബന്ധമാണ്, ശൂന്യതയാണ്. പെട്ടെന്ന് കുറച്ചു കാലം അതിന്റെ തെരുപ്പ് നിലനിൽക്കുള്ളൂ, കുറച്ച് കഴിയുമ്പോൾ ആ തെരുപ്പ് നഷ്ടപ്പെട്ടു, പിന്നെ ഭയങ്കര അസംതൃപ്തിയായിട്ടും മാറും. റെഡിയല്ലേ? അതിന്റെ ചർച്ച വേണേ പറയാട്ടോ, ക്ലിയർ അല്ലെങ്കിൽ പറയണം. ഞാൻ എന്റെ ഒരു ഒറ്റനോട്ടത്തിൽ പറയാമെന്ന് പറഞ്ഞു. സന്തോഷം. നജാബുസ്ത പറയാം. ഒന്നുകൂടി പറയാ ഇത് വാക്ക്.
ഹലാവത്തു ദുനിയ മിറാറത്തുൽ ആഖിറ എന്ന ഒരു ഹദീസ് ഉണ്ടല്ലോ. ഹലാവത്തിന്റെ അർത്ഥം സുഖമാണ്. ഹലാവത്തു ദുന്യ പ്രധാനമായിട്ട് പരിഗണിക്കുകയും ആഖിറത്തിനെ മാറ്റി നിർത്തിയിട്ട് ഹലാവത്തു ദുന്യ പരിഗണിച്ചാൽ അത് മിറാറത്തുൽ ആഖിറയാണ്. അതന്നെ ദുനിയാവിന്റെ സുഖമാണ് പരമമെങ്കിൽ അത് ആഖിറ നഷ്ടപ്പെട്ടിട്ട് ആ ദുനിയാവ്. ഇപ്പൊ പറഞ്ഞ ഉദാഹരണം തന്നെ, ഒരാള് വിവാഹം ആഘോഷിക്കുക നല്ലൊരു സംഗതിയാണ്, ആഘോഷിക്കുന്നത് തെറ്റ് ചെയ്തിട്ടാണ് ആഘോഷിക്കുന്നത്. ആ ഹലാവത്ത് മിറാറത്തുൽ ആഖിറത്താണ്, ആഖിറത്തിന്റെ കയ്പാണത്. അതേസമയത്ത് അതും കൂടി പരിഗണിച്ചിട്ട് ഇവിടെ തന്നെ ഹലാവത്ത് പറ്റും. ആ ഹലാവത്ത് ആഖിറത്തുലെ ഹലാവത്താണ്, ദുനിയാവിന്റെ ഹലാവത്ത്. ഹലാവത്ത് എന്ന് പറഞ്ഞാൽ മാധുര്യം. ദുനിയാവിന്റെ മാധുര്യം ആഖിറത്തിന്റെ കയ്പാണ് എപ്പോൾ ആഖിറം അവഗണിച്ചിട്ടാണെങ്കിൽ. ഈ ആഖിറം അവഗണിക്കുക എന്നുള്ളത് വൃത്തിയിൽ പറയുകയാണെങ്കിൽ എന്താണ്, ഒരു അഖലുള്ളവന്റെ ഹലാവത്ത്, അത് ആഖിറം പരിഗണിച്ചിട്ടുള്ളതാണ്. ആഖിറം പരിഗണിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഇസ്ലാം തെറ്റായിട്ട് പറഞ്ഞത് എല്ലാ കാര്യങ്ങളും സത്യത്തിൽ നമ്മൾ ഒറ്റ നോട്ടത്തിൽ വിലയിരുത്തുകയാണെങ്കിൽ അതെല്ലാം മനുഷ്യന്റെ ബുദ്ധിയും കൂടെ ആവശ്യപ്പെടുന്ന അച്ചടക്കങ്ങളാണ്. ആ അച്ചടക്കം ഒന്ന് പാലിക്കുക. അതിൽ ചിലതൊക്കെ മനുഷ്യന് മനസ്സിലായിക്കൊള്ളുന്നില്ല, ചിലത് മനസ്സിലാകും. മനസ്സിലായാലും ഇല്ലെങ്കിലും ഒക്കെ അനുസരിക്കുക എന്നുള്ളത് പൊതുവിലുള്ള അച്ചടക്കം. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞ ക്ലിയർ ആയിട്ടില്ലേ? ഓക്കെ ഓക്കെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നത്തെ റെക്കോർഡ് അവസാനിപ്പിക്കുന്നു. അള്ളാഹു ഈ തരം ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, ഒരുപാട് കറാമത്തുകൾ കണ്ട വലിയ പണ്ഡിതനാണ്, അറിവിന്റെ ഒരു സാഗരാണ്. ഒരുപാട് മനഃശാസ്ത്രത്തിന്റെയും അതുപോലെ ഒരു മനുഷ്യനെ ഏറ്റവും ആകർഷിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ വിഷയങ്ങൾ അവതരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത അത്യുന്നതനായ വലിയൊരു മഹാനാണ് ഗസാലി ഇമാം. അള്ളാഹു മഹാനവറുകളെയൊക്കെ ആ മഹബത്ത് അത് നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവരുടെ മഹബത്ത് കാരണം ദുനിയാവോ ആഖിറവും രക്ഷപ്പെടുന്നവരിൽ അള്ളാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നേരത്തെ പറഞ്ഞിരുന്നതേ പൊതുവെ പൊതുസമൂഹത്തിലുള്ള അല്ലെങ്കിൽ അതുമായി പറയപ്പെടുന്ന ഒരു ആശയമാണ് എല്ലാ സുഖങ്ങളെയും ത്യജിച്ച് ജീവിക്കുന്നവരാണ് ഒരു സുഹൃദിന്റെ മേഖലയിലുള്ളവര് എന്ന് പൊതുവെ ആ രൂപത്തിലേക്ക് വരുമ്പോഴാണ് ഉസ്താദ് എല്ലാ സുഖങ്ങളും സുഖത്തോടുകൂടെ ജീവിക്കണം എന്ന് പറയുമ്പോൾ രണ്ടും തമ്മിലുള്ള വൈരുദ്ധ്യം ഒന്ന്. അതെ, അത് വൈരുദ്ധ്യമായി തീരുന്നത് ഇവിടെയാണ്. അതായത് എല്ലാ സുഖങ്ങളെയും ത്യജിക്കുക എന്ന് പറയുന്നത് ആഖിറത്തിലെ സുഖത്തിന് ഇത് എതിരാകുമ്പോൾ ഈ സുഖം ത്യജിക്കണം എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളൂ. അത് സുഖത്തെ ത്യജിക്കുക എന്ന് പറഞ്ഞ സുഹൃദാണല്ലോ. സുഹൃദിന്റെ താരീഫ് ഡെഫിനിഷൻ ഞാൻ പറഞ്ഞു. എന്താണ്? ഈ മനസ്സിൽ പ്രധാനപ്പെട്ട കണക്ഷൻ, അതായത് പ്രധാന ഇത് സന്തോഷം ഉണ്ടാകണമെങ്കിൽ അതുണ്ടാകണം എന്ന കണക്ഷൻ അതില്ലാതിരിക്കലാണ് ശരിക്കും സുഹൃദ് എന്ന് പറയുന്നത്. സമ്പത്ത് ഇല്ലാതിരിക്കലല്ല എന്ന് പ്രത്യേകം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. സൈനുദ്ദീൻ മഖ്ദൂം ഈ വിഷയത്തിലെ അതികായനാണ്, ഈ വിഷയത്തിലെ ഏറ്റവും ഉന്നതനാണ്. മഹാനവറുകൾ പോലും പരാമർശിച്ചത് എല്ലാ പ്രമാണവും എന്താണ്, സുഹൃദ് ത്യാഗം എന്ന് പറഞ്ഞാൽ സുഖം ത്യജിക്കുക എന്ന് പറയുന്ന സംഗതി എന്തല്ല, ഒരാൾക്ക് സാമ്പത്തിക സൗകര്യങ്ങളോ മറ്റ് സുഖങ്ങളോ ഇല്ലാതിരിക്കലല്ല, അത് പരമപ്രധാനമാകാതിരിക്കുക. പരമപ്രധാനം എപ്പോഴും അവന്റെ ദൈവിക വിശ്വാസമാണ്. എനിക്ക് പടച്ചോനുണ്ട് എന്ന വിശ്വാസമാണ് അവനെ സുഖിപ്പിക്കുന്നത്, അവനെ ശരിക്കും സുഖിപ്പിക്കുന്നത്. അതിനുശേഷം ഇതൊന്നും ഉണ്ടാകരുത് എന്ന സുഹൃദിന് അർത്ഥമില്ല. ഇതെല്ലാം ഉണ്ടാകാം, അതില്ലാതിരിക്കലല്ല. ഈ പിന്നെ അത് കീയുടെ വാക്കെന്റെ നാവിന്ന് ഇങ്ങനെ വരുന്നുണ്ട്, പക്ഷെ പറയാൻ പറ്റുന്നില്ല. അപ്പോ ഇങ്ങനെയായിരുന്നു ആ വരി. എന്തെങ്ങനെ അല്ലാണ്ടുണ്ട് എന്റെ നാവിൽ എപ്പോഴും വരുന്ന, പക്ഷെ ഇന്നത് പ്രയോഗം വരുന്നത്. ഏതായാലും ആ ആശയം ഇതാണ്. അപ്പൊ അതില് സുഖം ത്യജിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം ഇത് മാത്രമാണ്. അത് ഈ പ്രമാണങ്ങളുടെ എല്ലാം വെളിച്ചത്തിലാണ് ഗസാലി ഇമാം പറഞ്ഞ. അവിടെ ഞാൻ എന്റെ വക ഒന്നും കൂട്ടിയിട്ടൊന്നും ഇല്ല, ഉള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഗസാലി ഇമാം പറഞ്ഞതാണത്. ഗസാലി ഇമാം ചോദിച്ചാൽ എന്താ,
പരലോകത്ത് സുഖം ഉണ്ടാകണമെന്ന് ഒരാൾ ഇഷ്ടപ്പെടുന്നു, അയാൾക്ക് ഇന്ന് സുഖം ഉണ്ടാകരുതെന്ന് ഇഷ്ടപ്പെടുക, എന്തർത്ഥ അതിനുള്ളതെന്ന് വെച്ചാൽ അപ്പൊ ഇന്ന് സുഖം ഉണ്ടാകരുത് എന്നർത്ഥമില്ല. അതുകൊണ്ടല്ലേ ദുനിയാവിലെ സുഖമാണ് ശത്രുക്കളുടെ സന്തോഷം, ശത്രുക്കൾ നമ്മളെ കാരണം സന്തോഷിക്കുക, നമ്മൾ പരാജയപ്പെട്ട് ശത്രുക്കൾ സന്തോഷിക്കുക, അതൊരു ദുനിയാവിന്റെ വിഹിതം. അതാണ് നമ്മൾ ചോദിക്കുന്നത്, അത് ചോദിക്കാനാ പഠിപ്പിക്കുന്നത് അമ്പിയാക്കൾ. അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം അത് മാത്രമല്ല, വെറും അത് മാത്രമല്ലല്ലോ, മറ്റു ദുനിയാവിന്റെ സുഖവും കൂടെ പറയുന്നത്. അപ്പൊ ദുനിയാവിലെ സുഖങ്ങൾ നമ്മുടെ പരമ ലക്ഷ്യമാക്കരുത്. ഏത് ദുനിയാവിന്റെ സുഖം ആഖിറം നഷ്ടപ്പെടുത്തിയിട്ടുള്ള സുഖമായി മാറിയാൽ അത് അർത്ഥശൂന്യമാണ്. കാരണം ഇത് വേഗം തീരും, ഇത് തീർന്നാൽ മറ്റത് അടുത്ത് നിൽക്കുന്നുണ്ട്, അത് തീരെയില്ല. ഈ തീരാത്ത ആ മൂല്യമുള്ള സാധനം നഷ്ടപ്പെടുത്തിയിട്ട് മൂല്യമില്ലാത്ത കുറച്ച് സമയത്തെ അതിന് നല്ല പറ്റിയ ഉദാഹരണമാണ് സലീം പറഞ്ഞത്. രാജാവിന്റെ ഭക്ഷണം മൂപ്പര അനുമതി ഇല്ലാതെ എടുത്ത് കഴിക്കുക, നല്ല ടേസ്റ്റ് ഉള്ള ആ ലക്ഷറി ഫുഡാണ്, കഴിക്കുമ്പോൾ നല്ല സുഖം ഉണ്ടാവും, കുറച്ച് കഴിഞ്ഞാൽ പിടിക്കപ്പെടും, CCTV ഉണ്ടാവും, എല്ലാം ഉണ്ടാവും, പിടിച്ചാല് കഴുത്ത് വെട്ടിപ്പോ അല്ലെ കൈ വെട്ടിപ്പോ, പിന്നെന്ത് സുഖ. അപ്പോ അതർത്ഥം ഇല്ലാതെ ഇതുപോലെ തന്നെയാണ് ഇവിടെ നമ്മളെ എന്താ അടിച്ചു പൊളിച്ചാലും യുവത്വം, നിങ്ങളെ അടിച്ചു പൊളിക്കാൻ പ്രേരിപ്പിക്കുന്ന യുവത്വം ആണെങ്കിൽ ആ യുവത്വം ഇന്നല്ലെങ്കിൽ നാളെ തീരും, കഴിഞ്ഞു, നിങ്ങളെ സുഖം അതോടെ അവസാനിച്ചു. ആ യുവത്വമാണ് നിങ്ങളെ സുഖിപ്പിക്കുന്നതെങ്കിൽ ഇതിപ്പോ യുവത്വം തീരും, യുവത്വം തീരുഞ്ഞാൽ നിങ്ങളെ സുഖവും പോകും, നിങ്ങളെ നാളെ വാർദ്ധക്യത്തിലേക്ക് പോകും, അത് കഴിഞ്ഞാൽ ഇതാ നിങ്ങളും മരിക്കും. അപ്പോ അവിടെയും മൂല്യമുള്ളത് ചെയ്യുക എന്നതാണ് ബുദ്ധിയുള്ളവന്റെ ലക്ഷണം. എന്നാലും അത് ഇതിനെതിരല്ല, ഇവിടെയും സുഖിച്ച് ചെയ്യാം. ഖുർആൻ അതാ നല്ല സുഖാണ് പറയാം. പറഞ്ഞു വായിക്കുന്നു. അൽഹംദുലില്ലാ, സന്തോഷം. ഇൻഷാ അല്ലാഹ് നമ്മൾ 7 മണിയായതുകൊണ്ട് നിർത്തുന്നു. നമുക്ക് അടുത്ത ആഴ്ചയും എല്ലാ വെള്ളിയാഴ്ചയും ഇൻഷാ അല്ലാഹ് തുടരണം എന്ന് ആഗ്രഹിക്കുന്നു. ഇൽമുമായി ബന്ധപ്പെട്ട് കുറച്ച് സമയം നമ്മൾ ഇതുപോലെ ലൈവായിട്ടിരിക്കുന്നതിന് വേറെ തന്നെ ഒരു ഇതുണ്ടാകുമെന്നാണ് നമ്മളെ പ്രതീക്ഷ. ഇൻഷാ അല്ലാഹ് ലിങ്കുകൾ പരമാവധി നമ്മളെ ഗ്രൂപ്പുകളിലേക്കൊക്കെ നൽകുകയും കൂടെ ചെയ്താൽ ഒരുപാട് പേർക്ക് ഇത് ഉപയോഗിക്കാലോ ഇൻഷാ അല്ലാഹ്.